പ്രിയപ്പെട്ട വാപ്പമാർ, ഉമ്മമാർ, ഉസ്താദുമാരെ, നിങ്ങളുടെ കുട്ടിക്കാലവും നിങ്ങളുടെ മക്കളും മക്കളുമായ ഞങ്ങളുടെ കുട്ടിക്കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ പിതാക്കളോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്കാലം ഒരു കുടുംബജീവിതം എന്നത് വഴല് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം അല്ല. മറിച്ച് ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം ആ കുടുംബജീവിതം കണ്ട് അനുഭവിച്ച് വളരുന്നവരായി. അന്ന് ഒരു കുടുംബത്തിലെ വല്യപ്പ, ഒരു കുടുംബത്തിലെ വല്യമ്മ, ഒരു കുടുംബത്തിലെ വാപ്പ, ഉമ്മ, അവരോടൊക്കെ മക്കൾക്കും മക്കൾക്കും ഉള്ള അമിതമായ ബഹുമാനം, ആദരവ്, അനുസരണം. അതേപോലെ നമ്മുടെ കുടുംബത്തിലെ വല്യപ്പയോ വല്യമ്മയോ എന്ന് നോക്കാതെ പ്രായമുള്ള ആളുകളോടെല്ലാം അങ്ങേയറ്റത്തെ ആദരവ്. ഒരു വയസ്സായ മനുഷ്യൻ ബസ്സിലേക്ക് കയറിയാൽ ചെറുപ്പക്കാർ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും ഉടനെ. ഒരു വയസ്സായ മനുഷ്യൻ ഒരു കടയിലേക്ക് കയറി വന്നാൽ ചെറുപ്പക്കാർ അവിടെ നിന്ന് മാറിക്കൊടുക്കും. എന്തിനേറെ ഒരു സിഗരറ്റ് വലിക്കുന്ന ചെറുപ്പക്കാരൻ വീഡിയോ സിഗരറ്റോ കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ ഒന്ന് അപ്പുറമൊക്കെ ഒന്ന് നോക്കും, വയസ്സുള്ളവരാരെങ്കിലും കാണുന്നുണ്ടോ, ബാപ്പാൻ്റെ ചങ്ങായിമാരോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ചങ്ങാഴ്ചകളോ അങ്ങനെയൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഓർമ്മപ്പെടുത്തിയാൽ കുടുംബത്തിലെ ആ വയസ്സായ വല്യപ്പ മൂപ്പരിങ്ങനെ പോകും. മരുവളെ കെട്ടിച്ചോടുത്ത്, മകളെ കെട്ടിച്ചോടുത്ത്, മകൻ കല്യാണം കഴിച്ചോടുത്ത്, അങ്ങനെ കുടുംബത്തിലെ വിവരങ്ങളൊക്കെ വല്യപ്പ ഇങ്ങനെ അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടും ഒക്കെ വന്ന് ആ വിവരമൊക്കെ ഇങ്ങനെ പറയും. ഈ ഇടയ്ക്ക് വല്യപ്പ പോകുമ്പോൾ വേറെ കുട്ടികളെ കയ്യും പിടിച്ചു കൊണ്ടൊന്ന് പോകും. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ രക്തബന്ധം, വിവാഹബന്ധം, അയൽവക്ക ബന്ധം, ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് വലിയ വിലയുള്ള കാലഘട്ടത്തിലാണ് ഉപ്പമാരെ, ഉമ്മമാരെ നിങ്ങളൊക്കെ ജനിച്ചു വളർന്നത്. നിങ്ങളെ മക്കളും മക്കളുമായ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ബഹുമാനമൊക്കെ പോവുകയാണ്. അങ്ങനെയുള്ള ആദരവും അനുസരണവുമൊക്കെ നശിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ കുടുംബജീവിതം മറ്റൊക്കെ എഴുതി പഠിക്കാൻ നിൽക്കുകയാണ്, അതല്ലെങ്കിൽ പറഞ്ഞു പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ രണ്ട് അന്തരം, ഈ രണ്ട് വ്യത്യാസം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പിതാക്കളും അതിൻ്റെ പിതാക്കളും ഉമ്മമാരും ഉമ്മാമ്മമാരും ഞങ്ങളെ ശ്രദ്ധിക്കണമെന്നും ഞങ്ങൾക്ക് വേണ്ടത് നൽകണമെന്നും നിങ്ങളുടെ ഉമ്മമാരും ഉപ്പാപ്പമാരും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അതേ ഇസ്ലാമിന്റെ കുടുംബ വ്യവസ്ഥയും വിശ്വാസവും ഞങ്ങളെ നിങ്ങൾ പരിശീലിപ്പിക്കണമെന്ന്. അല്ലാതെ കാലഘട്ടത്തിന്റെ കൂലം കുത്തി ഒഴുക്കിൽ നിങ്ങളെ ഉമ്മമാരും ഉപ്പമാരും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഞങ്ങൾക്ക് പകർത്തിത്തരാൻ നിങ്ങൾ മറന്നു പോകരുതേ എന്നും ഞങ്ങൾക്ക് വിനീത അപേക്ഷയുണ്ട്. ഇപ്പത്തെ മക്കളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങൾ തള്ളിക്കളയരുത്. കാലഘട്ടം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാലത്തെ കുറ്റം പറഞ്ഞ് ഒയ്യരുത്. ഇപ്പൊ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളാണ്, അങ്ങനെ നിങ്ങൾ ഞങ്ങളെ തള്ളിവിടരുത്. അനുസരണമില്ലാത്ത മക്കളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കരുത്. ഞങ്ങളെങ്ങനെ അങ്ങനെ ആയി, അതിന് കുറച്ച് പങ്ക് നിങ്ങൾക്കും ഇല്ലേ? അല്ല, ഞങ്ങളിങ്ങനെ അനുസരിക്കാത്തവരായിട്ട് ജനിച്ചതാ, ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെങ്ങാണ്ട് പറഞ്ഞതാ. അങ്ങനെ ഒരു ജനനം ഉണ്ടായിക്കോളാം ഞങ്ങൾക്ക്. ഇവിടെ എല്ലാവരും ചെറുപ്പക്കാരങ്ങനെ, ചെറുപ്പക്കാരിങ്ങനെ, ചെറുപ്പക്കാർക്കൊങ്ങനെ, ഓൽക്കാ കേസുള്ളൂ, വലിയവർക്ക് യാതൊരു കേസുമില്ല. എങ്ങനെ ചെറുപ്പക്കാരിങ്ങനെയായി? എങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നാശായി? ഒരു കട്ടൻ ചായ ഈ തണുപ്പിന് നല്ലതല്ലേ? ആയിക്കോട്ടെ, കിട്ടിയോല് വേഗം വാങ്ങി കുടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ മതി.
ഇപ്പൊ 5-8 ആളൊന്നും നടക്കും വേണ്ടേ, മതിയാ. ഇനി വേറൊരു പാത്രത്തിൽ 2 ആൾ നടന്നോളി, എളുപ്പമാണ്. അപ്പോ ഇൻഷാ അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ ഇപ്പോ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പത്രം എടുത്ത് നോക്കിയാൽ പലപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്ന പത്രം, എൻ്റെ വീട്ടിൽ വരുന്ന പത്രങ്ങൾ അത് എൻ്റെ ചെറിയ മക്കൾക്ക് വായിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ടേ കൊടുക്കലുള്ളൂ. കാരണം പറ്റിയെങ്കിൽ കൊടുത്താൽ മതിയല്ലോ കുട്ടികൾക്ക്. ചിലപ്പോ മക്കൾക്കും എനിക്കും അടുത്തിരുന്ന് വായിക്കാൻ പറ്റാത്ത വാർത്തയാണ് പത്രത്തിൽ. എൻ്റെ മകൾക്കും എനിക്കും തൊട്ടൊപ്പം ഇരുന്നു കൊണ്ട് വായിക്കാൻ പറ്റാത്ത വാർത്തയാണ് പത്രത്തിൽ. പിന്നെ നമ്മൾ എങ്ങനെ ഈ പത്രം നോക്കണതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കും? ധൈര്യമില്ല. എന്താ ധൈര്യമില്ല എന്ന് പറഞ്ഞത്? അമ്മോശം കാക്കാനെയും മരോളെയും ഒരുമിച്ച് മരോൾ അവിടേക്ക് പറഞ്ഞയക്കാൻ അമ്മക്ക് ധൈര്യമില്ലാത്ത കാലഘട്ടമാണ്. കാരണം ഒരു 2 ആളും വല്ലാതെ ഒപ്പം പോയാൽ പിന്നെ ഉമ്മാനെ ആവശ്യം ഉണ്ടാവില്ല വല്യാപ്പാക്ക്. മകന്റെ മകളെ ഗർഭിണിയാക്കിയ അമ്മോശൻ ജീവിച്ചിരിപ്പുള്ള കാലത്താണ് എന്നോട് നിങ്ങൾ കുടുംബജീവിതം പറയാൻ പറയണത്. സുബ്ഹാനല്ലാഹ്. സ്വന്തം മകൾക്ക് ഗർഭമുണ്ടാക്കിയ വാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്താണ് ഞാൻ നിങ്ങളോട് കുടുംബജീവിതം പറയാൻ ഏൽപ്പിക്കപ്പെട്ടത്. ഒരു വീട്ടിൽ ഉമ്മാക്കും ഗർഭം, മകൾക്കും ഗർഭം. കേസ് പിടിച്ചു നോക്കുമ്പോൾ രണ്ടും ഒരു കാമുകനാണ്. ഈ കാലത്താണ് ഞാൻ നിങ്ങളോട് കുടുംബജീവിതം പറയേണ്ടത്. മിനിഞ്ഞാന്നത്തെ അല്ലെങ്കിൽ അതിന് തൊട്ട് തലേ ദിവസത്തെ പത്രത്തിൽ മുഖമക്കനെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി രാത്രി 3 മണി സമയത്ത് ഭർത്താവ് കുത്തിക്കൊന്നതാണ് ആ മുസ്ലിം പെൺകുട്ടി. അവൾക്ക് 4 മാസം ഗർഭം. 4 മാസം ഗർഭമായ ഭാര്യയെ പാതിര കഴിഞ്ഞ പുലർച്ചെ 3 മണിക്ക് സ്വന്തം ഭർത്താവ് കത്തി കൊണ്ട് കുത്തിയിട്ട് കൊന്നു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ചരമകോളത്തിൽ വളരെ പ്രധാനം. ഈ കാലത്താണ് ഞാൻ നിങ്ങളോട് കുടുംബജീവിതം പറയേണ്ടത്. ഏതെങ്കിലും ഒഴിഞ്ഞ പറങ്കൂച്ചി കൊമ്പത്ത് ഏതെങ്കിലും അന്തംകമ്മി ചങ്ങായികൾ തൂങ്ങിച്ചാകണ വർത്താനാണ് പണ്ടത്തെ കാലത്ത് കേൾക്കല്. അതൊരു വർത്താനായിരുന്നു അന്ന്. ഇപ്പോ ആ വർത്താനം മാറിയ കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ തൂങ്ങിച്ചാകരുന്നല്ല. ഇപ്പൊ എങ്ങനെ? ഇപ്പൊ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു കുടുംബം ഒന്നായിട്ട്. ചെറിയ 2 കുട്ടികളെ കിണറ്റിലെറിഞ്ഞ് ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മുടെ പത്രങ്ങളുടെ വാർത്ത എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന് ഇപ്പൊ എഴുതിയാൽ ആരും അത് വായിച്ചാൽ തന്നെ നിൽക്കും. ഇതത്തെ ഒരാൾ മരിച്ച വാർത്താണ്. അതുകൊണ്ട് പത്രക്കാര് വാർത്തന്റെ രൂപം തന്നെയാണ് മാറ്റി. മലപ്പുറം ജില്ലയിൽ 5 വാഹന അപകടങ്ങളിൽ 17 മരണം, 22 പേർക്ക്. അപ്പോഴേ മനുഷ്യനെ അത് വായിക്കാൻ തന്നെ കിട്ടണുള്ളൂ. ഇനി ഞാൻ നിങ്ങളോടൊരു സംഗതി പറയട്ടെ. ലോകാരോഗ്യ സംഘടന എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രസ്ഥാനമുണ്ട്. ഈ ലോകാരോഗ്യ സംഘടന ആധികാരികമായ പഠന റിപ്പോർട്ട് നമ്മുടെ പത്രത്തിന് കൊടുത്തപ്പോൾ അവരുടെ വിവരം, സ്ഥിതിവിവര കണക്ക് വെച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പനക്ക്, മയക്കുമരുന്നിന്റെ വിൽപ്പനക്ക് പറ്റിയ സ്ഥലം ഇപ്പോൾ കേരളമാണ്. കേരളത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വർദ്ധിച്ചു വരുന്നു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒന്ന് മലപ്പുറം ജില്ലയിലും ഒന്ന് തൃശ്ശൂർ ജില്ലയിലുമാണ്. മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന സ്ഥലം ഒന്ന് ചാലക്കുടിയും ഒന്ന് തിരൂരുമാണ്.
ഞാൻ നിങ്ങളോട് കുടുംബ വ്യവസ്ഥിതി പറയേണ്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് എൻ്റെ ആമുഖം പറയാം. വാപ്പമാർ, ഉമ്മമാരെ, നിങ്ങളറിഞ്ഞോ, നമ്മളെ നാട്ടിലൊക്കെ മുമ്പ് പെരുന്നാൾ ആഘോഷം, വലിയൊരുന്നാള്, ചെറിയൊരുന്നാള്, ഇങ്ങനെയൊക്കെയുള്ള ആഘോഷം പോലെ ഇപ്പൊ മിഞ്ഞാന്ന് ഇവിടെ ഒരു ആഘോഷം നടന്നു. ആ ഡിസംബർ 31 പോകലും ജനുവരി ഇങ്ങോട്ട് വരലും കൂടി ആയിട്ട് ഒന്ന് പടക്കം പൊട്ടി. അതിലൊക്കെ പൊട്ടിയോ? അത്യാവശ്യത്തിനൊക്കെ പൊട്ടിക്കണേ. അതായത് പൊട്ടിച്ചൊരു ഒരു പോയത്തക്കാരാണ്. അതായത് പടക്കം പൊട്ടിച്ചാൽ ലേശം ഇതുള്ളവരെ കിട്ടൂല. കാരണം എന്താ വെച്ചാല് പൈസ ചെലവാക്കിയവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരു സുഖമാണ് ഇപ്പൊ അതിനുള്ളത്. കാരണം 100 ഉറുപ്പിക പടക്കം വാങ്ങി, അതിന് തീ കൊടുത്ത് റോട്ടിലാണ് ഇട്ടു. ടേ അതന്നെയാണ് പോണോനും അതന്നെ, കണ്ടോനും അതന്നെ, പൈസ ചെലവാക്കിയവർക്കും അതന്നെ, എല്ലാവർക്കും ടേ എന്നുള്ളൊരു ഒച്ചയാണ്. ഇതിന് കായ് ചെലവാക്കാൻ പോയത്തക്കാരല്ലാതെ കിട്ടും. ഇപ്പൊ ഡിസംബർ 31 പോവുക, ജനുവരി 1 വരിക. ഇതിന് ന്യൂ ഇയർ ആഘോഷമെന്നാണ്. മുമ്പ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ആണ് ഇത് ആഘോഷിച്ചിരുന്നത്. യൂറോപ്പുകാരന്റെ എല്ലാ തമ്മാടിത്തവും നമ്മുടെ ചെറുപ്പക്കാരൻ പരിഷ്കാരം എന്ന പേരിൽ എടുക്കുകയാണ്. ഈ പരിഷ്കാരം എന്ന പേരിൽ ഏറ്റെടുത്തിട്ട് ഇപ്പൊ നടക്കുന്ന ന്യൂ ഇയർ, കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിന് എന്റെ ഉമ്മമാരും ഉപ്പമാരുമാണ് അറിയേണ്ടത്. ഉമ്മമാരും ഉപ്പമാരും അറിയണം. കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിന് നമ്മുടെ കേരളത്തിൽ 17 വയസ്സിന്റെയും 24 വയസ്സിന്റെയും ഇടക്ക് പ്രായമുള്ള ചെറുപ്പക്കാരൻ മോന്തി തീർത്ത മദ്യം രാത്രി 12-ന്റെയും 1 മണിയുടെയും ഇടയ്ക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് 106 കോടി ഉറുപ്പികയുടെ മദ്യം നമ്മുടെ ചെറുപ്പക്കാരൻ മോന്തി തീർത്തു. ഇത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും വ്യത്യാസമില്ലാതെ മുഴുവൻ ചെറുപ്പക്കാരുടെയും കഥയാണ്. 106 കോടി ഉറുപ്പിക കുടിച്ചു എന്ന് പറഞ്ഞാൽ ഏതല്ല, പാറങ്കൂച്ചിത്തോട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ, പാറങ്കൂച്ചിത്തോട്ടത്തിൽ വെച്ചുണ്ടാക്കിയ അതിന്റെ കണക്കല്ല ഈ പറഞ്ഞത്. ബാർ ഹോട്ടലുകളിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കണക്കല്ല ഈ പറഞ്ഞത്. സർക്കാർ തന്നെ ഔദ്യോഗികമായി പട്ടാളക്കാർക്ക്, മിലിറ്ററിക്കാർക്ക് കൊടുക്കുന്നുണ്ട്, അതിന്റെ കണക്കല്ല ഈ പറഞ്ഞത്. പിന്നെ ഇത് ഹലാലായ കള്ളിന്റെ കണക്കാപ്പ് ഈ പറഞ്ഞത്. അതേതാത് സർക്കാർ ഹലാലാക്കി വെച്ചതുണ്ടല്ലോ. മദ്യവിൽപ്പനക്ക് സർക്കാർ നിശ്ചയിച്ച ഏജൻസിയാണ് ബീവറേജ് കോർപ്പറേഷൻ. ബീവറേജ് കോർപ്പറേഷന്റെ വിറ്റുവരവനുസരിച്ച് കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിന് 106 കോടി ഉറുപ്പ്യ. ബീവറേജ് ഏജൻസി ഇവിടെ അടുത്തെവിടെയുള്ളത്? തൊട്ടടുത്ത പട്ടണമായ നിലമ്പൂര്. വണ്ടൂരിലെ നിലമ്പൂർ ടൗണിൽ മാത്രം ഒറ്റ മണിക്കൂറിൽ ചെലവായത് 17 ലക്ഷം ഉറുപ്പ്യന്റെ കള്ളാണ്. ആരാണിത് കുടിക്കണത്? എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ഓർത്തു നോക്കണം. ഓണാഘോഷത്തിന് കള്ളു കുടിച്ചപ്പോ 125 കോടി ഉറുപ്പ്യന്റെ കള്ളു കുടിച്ചു എന്നാ പറഞ്ഞു. നിങ്ങൾ വിചാരിച്ചോ അതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെയാണ്? ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ക്രിസ്തുമസിന് മദ്യപിച്ചതിന്റെ കണക്ക് പത്രം എഴുതിയത് 140 കോടി ഉറുപ്പ്യൻ്റെതാ. പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഞാൻ ചുരം കയറിയിട്ട് കൂടല്ലൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചുരത്തിൽ നിശ്ചയിച്ച പോലീസുകാരന്റെ രാജു എന്ന പോലീസുകാരൻ, ആ രാജു എന്റെ വണ്ടി ഞാൻ അവിടെ മുകളിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, ഉസ്താദേ, തമിഴ്നാട് കേരളത്തിന്റെ അതിർത്തിയിൽ ഞാൻ വണ്ടി നിർത്തി അവിടെ ആ ചെക്ക് പോസ്റ്റിൽ പണം കൊടുക്കുമ്പോ, റോഡ് ടാക്സ് കൊടുക്കുമ്പോൾ ആ രാജു പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഇന്നലെ ഈ വഴിക്ക് വരേണ്ടിയിരുന്നു. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഉടുതുണി ഉള്ളവരും ഇല്ലാത്തവരുമായി ഇന്നലെ ഈ ചുരത്തിൽ പെരുന്നാൾ ആഘോഷിച്ച തമ്മാടിത്തരം കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് പള്ളിയിലും മറ്റുമൊക്കെ വരുമ്പോൾ ഇതൊന്ന് ഉപദേശിച്ചു കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു എന്ന് കേട്ടപ്പോഴേക്ക് ചില നോട്ടീസ് അടിക്കുന്ന ആളുകളൊക്കെ നാട്ടിലുണ്ട്. അവർക്ക് നല്ല ബുദ്ധി അള്ളാഹു കൊടുക്കാൻ തീരുമാനമില്ലെങ്കിൽ അവരെ ശർറിനെ തൊട്ട് നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല ബുദ്ധി പാർക്ക് കൊടുത്താലോ വേണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. അത്രേ നമ്മൾ അതിനെപ്പറ്റി പറയേണ്ടത്. എന്നാൽ ആ നോട്ടീസ് അടിച്ച കാശുകൊണ്ട് ഈ മദ്യപാനത്തിനെതിരെ ഒരു നോട്ടീസ് ഇറക്കി എല്ലാ വീടുകളിലും ഒന്ന് കൊടുത്തുകൂടായിരുന്നില്ലേ?
എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളികളും മദ്രസകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെൺവാണിഭ റാക്കറ്റ് സംഘങ്ങൾ ഏറ്റവും കൂടുതൽ വിലസുകയാണ്. പെൺവാണിഭ റാക്കറ്റ് സംഘത്തിന്റെ പിടിയിലകപ്പെട്ടിരിക്കുന്ന വൈലത്തൂരിലെയും തലക്കളത്തൂരിലെയും ഒക്കെ പെൺകുട്ടി സമസ്തയുടെ മദ്രസയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി തങ്ങൾ പാപ്പാന്റെ കയ്യും കുത്തി പോയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചത് വീട്ടിന്റെ ചുമരിലുണ്ട്. ഉണ്ടായിരിക്കെ ആണ് ഈ പെൺകുട്ടി പെൺവാണിഭ റാക്കറ്റ് സംഘത്തിൽ പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇങ്ങനെ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ പീടികകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു ചില ഓമന പേരിൽ ചില സാധനങ്ങൾ. ചെറുപ്പക്കാര് കുട്ടികള് അത് വാങ്ങിയിട്ട് പൊളിച്ച നാവിന്റെ അടിയിൽ വെക്ക, അമർത്തി ഒരു കൊടുത്ത. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഓൻ നടക്കണത് കണ്ടാൽ മനസ്സിലാക്കാം എന്തേനും ഓനെ അമർത്തി പിടിച്ചത്. ഈ മദ്യവും ലഹരി പദാർത്ഥങ്ങളും കഴിച്ചാൽ പിന്നെ ഇപ്പൊ എന്താന്നറിയങ്ങള്, ഇപ്പൊ ആർക്കാ പിരാന്ത് ആർക്കാ ചുഗനുള്ളതും തിരിയാൻ വലിയ പണിയാണ്. ചില മനുഷ്യന്മാര് ഇങ്ങനെ കാക്കിയിട്ട് ചിരിച്ചും കളിച്ചും ഇങ്ങനെ പോണ കാണുമ്പം പണ്ട് ഓന് സുഖമല്ല പിരാന്താണ് എന്ന് എഴുതിയാൻ. ഇപ്പം നോക്കുമ്പോൾ ഓ മൊബൈലിൽ വർത്താനം പറയുകയാണെങ്കിൽ, കാരണം മൊബൈൽ പോക്കറ്റിൽ മറ്റേത് ചെവിയിൽ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ആർക്കാ മാനസികം ആർക്കാ ചൊകിനെയും തിരിച്ചറിയാൻ പറ്റാത്ത കാലായി. നമ്മളെന്തെന്നാളെ ഈ കുട്ടിക്ക് വിചാരിച്ച് നോക്കുമ്പോൾ വേറെന്തോ വർത്താനത്തിന്, അപ്പൊ മറ്റേത് പോക്കറ്റിൽ ഇത് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, മദ്യപിച്ച് ലഹരി മൂത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ശരീരത്തിന്റെ ബാലൻസ് തെറ്റിയിട്ട് അറബിയിൽ അലിഫിലാം എഴുതിയ മാതിരി ഒരു കാലം ഇങ്ങോട്ടാണെങ്കിൽ മറ്റേ കാലം അങ്ങോട്ട് ഇങ്ങനെ വെക്കണം. ആ കുട്ടിന്റെ അവിടെയും ഏതുണ്ട്, നമ്മളെ മദ്രസയിലെ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചതുണ്ട്. ഇതൊന്നും കാണാനും ഇതിനെതിരെ ശബ്ദിക്കാനും ഈ ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിലും മഹല്ലത്തുകളിലും ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ബോധവൽക്കരിച്ചുകൊണ്ട് നന്നാക്കിയെടുക്കാനും ഇതിനൊന്നും ഒരു സംവിധാനം വേണ്ടേ? ഞാൻ ഇവിടുത്തെ ആളുകളോട് ചോദിക്കുന്നത്, നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ നിറഞ്ഞു നിന്നിട്ട് എന്തേ ഇതൊക്കെ സംഭവിക്കുന്നത്? മഹല്ല് കമ്മിറ്റി ഉദാഹരണത്തിന് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ എന്ന് പറയണം, അല്ലാതെ ഇവിടുത്തെ മഹല്ലത്തെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മഹല്ല് നേതൃത്വം, ഞാൻ ചോദിക്കട്ടെ, മഹല്ല് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നു, ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ മഹല്ലത്തിന്റെ നേതൃത്വത്തിൽ ഈ മഹല്ലത്തിൽ ആകെ ഇത്ര വീടുകൾ, ആ വീടുകളിൽ ABCD എന്താണ്? എ 5 വക്കത്തെ നിസ്കാരവും കാര്യവും ഒക്കെ കൃത്യനിഷ്ഠയുള്ളവർ, A ഗ്രേഡ്. B ജുമുഅക്കും മറ്റുമൊക്കെ കൃത്യമായി വന്നുകൊണ്ട് മറ്റൊരു ജോലിക്കോ ബാക്കളിനൊക്കെ പോയോ എന്തോ അല്ലാഹു അലം, അൽഹംദുലില്ലാ, B ഗ്രേഡ്. C വലിയൊരുനാക്കും മയ്യത്ത് നിസ്കാരത്തിനുമൊക്കെ പള്ളിയിൽ കാണാവുന്ന അങ്ങനെ ആൾക്കാർ, C. D നമ്മൾ നിസ്കരിച്ചതിന് എതിരില്ലാത്തവർ. അല്ല മോനാ പണിക്ക് കാക്കണ്ട, ഓൻ പേരിൽ മുസ്ലിം ആയിരിക്കും, ചിലപ്പോൾ ജാതി ഏതാന്ന് ഏതെൻ്റെ അടുത്ത് മുസ്ലിം ഏതെൻ്റെതായിരിക്കും, പക്ഷെ നമ്മൾ നിസ്കരിച്ചതിന് എതിരില്ല. അങ്ങനെ നമ്മളെ കുഞ്ഞാരിയാക്കാൻ വേണ്ടി പറഞ്ഞത്. പുതിയാപ്പിള അന്വേഷിച്ച് പോയപ്പോൾ എങ്ങനെ ഉണ്ടാ ചെറുക്കെന്ന് ചോദിച്ചു. ഏത് ചെറുക്കനെ പറ്റി ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു. നമ്മളാ കുഞ്ഞൽബിയാക്കാൻ്റെ മകനെ നമ്മൾ നിസ്കരിച്ചതിന് ഓനൊരു എതിരില്ല. കാരണന്മാരുള്ളത് പറയാലോ പണ്ടേ. അതാ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മഹല്ലത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു റേഷർ സൂക്ഷിപ്പുണ്ടോ? നമ്മളെ മഹല്ലത്തിൽ ആകെ 300 വീട്. ആ 300 വീടിൽ A ഗ്രേഡിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടെ പോകുന്ന A ഗ്രേഡ് 30 വീട്, B 200 വീട്, C 15 വീട്, D 10 വീട്. ഇങ്ങനെ ഒരു കണക്ക് നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ കയ്യിലുണ്ടോ? 1. 2. മറ്റൊരു കണക്ക്, A മഹല്ലത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് പണക്കാർ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടത് A 10 വീട്, B
സക്കാത്ത് കൊടുക്കാനും ഇല്ല, വാങ്ങാനും ഇല്ല, ഒത്തൊപ്പിച്ച് അവനവന്റെ ജീവിതം കഴിച്ചു പോകുന്നതാ. എത്ര വീട്? 100 വീട്. സി, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട പാവപ്പെട്ടവന്റെയും കഷ്ടപ്പെടുന്നവന്റെയും വീട്. ഡി, സക്കാത്തോ സദക്കയോ പോലത്തെ വല്ലതും കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അത്രയും വിഷമകരമായ അവസ്ഥയിൽ കഴിയുന്ന വളരെ പാവപ്പെട്ട വികലാംഗന്റെ വീട്, കണ്ണു കാണാത്തവന്റെ വീട്, ക്യാൻസർ രോഗിയാണ്, യാതൊരു നിർവാഹവുമില്ല, വേദന കടിച്ചിറക്കിക്കൊണ്ട് കഴിയുന്നു, സാമ്പത്തികമായ പരാധീനതയിൽ ദുരിതം അനുഭവിക്കുന്ന വീടുകൾ. ഇങ്ങനെ ഒരു ആധാരം, ഒരു കണക്ക്, ഒരു സ്ഥിതി വിവര കണക്ക് നമ്മളെ മഹല്ലത്തിന്റെ ഓഫീസിലുണ്ടോ? ആത്മീയമായ ഒരു കണക്ക് നമ്മളെ മഹല്ലത്തിന്റെ ഓഫീസിലുണ്ടോ? ഭൗതികമായ ഇത്തരം വിഷയത്തിന്റെ കണക്ക് നമ്മളെ മഹല്ലത്തിന്റെ ഓഫീസിലുണ്ടോ? നമ്മുടെ മഹല്ലത്തിൽ നടക്കുന്ന, നമ്മുടെ മഹല്ലത്തിലെ ചെറുപ്പക്കാരിൽ നടക്കുന്ന അനാശാസ പ്രവണതകളെ ശ്രദ്ധിച്ചും വീക്ഷിച്ചും മനസ്സിലാക്കിയും അവർക്ക് ബോധവൽക്കരണം നൽകിക്കൊണ്ട് ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു തറവാട്ടുകാരൻ, ആ തറവാട്ടിലെ കുട്ടി മദ്യപാനിയായി മാറി. അതിലെ കള്ളം കുടിച്ച് വരുന്ന സമയത്ത് ഓനെ കൂക്കി വിളിച്ചു കാണ്ട് കുടിയാ എന്ന് വിളിച്ച് പരിഹസിച്ചാൽ നാളെ 2 കുപ്പി കുടിച്ചു. നാളെ നിങ്ങൾ ഓനെ പരിഹസിച്ചാൽ മറ്റന്നാ 4 കുപ്പി കുടിച്ചു. കാരണം അവൻ മദ്യപിച്ച സമയത്ത് നിങ്ങൾ ഓനെ പരിഹസിച്ചിട്ട് കാര്യമില്ല. ഓന് ബുദ്ധിന്റെ സ്ഥിരത ഇല്ലാതെ ആയ സമയമാണ്. മോട്ടോർ ബൈക്കുമ്പോൾ ഇങ്ങനെ പോവുകയാണ്. അപ്പണ്ട് അവിടുന്ന് ബസ് വരും. ബസ്സിന് 2 ലൈറ്റ്, ഇവന് 1 ലൈറ്റ്. അപ്പൊ ഇപ്പം വിചാരിച്ച അവിടെ നിങ്ങട്ട് 2 മോട്ടോർ ബൈക്കാണ്, സൈഡ് കൊടുക്കാനാവൂല, നടുക്കാണ് പോട്ടെ എന്ന് വിചാരിച്ചു. ആ പോക്ക് പോകാണോ? അപ്പൊ ഓനങ്ങൾ കുടിയാന്ന് വെച്ച് പരിഹസിച്ചിട്ട് എന്താ കാര്യം? മദ്യപിക്കാത്ത നല്ല ബുദ്ധിയുള്ള സമയത്ത് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട്, മോനെ, നമ്മളൊരു 10-300 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു മഹല്ലാണ്. ഈ മഹല്ലത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് സ്കൂളിലും മദ്രസയിലൊക്കെ പഠിച്ചതല്ലടാ. മദ്യം ശരീരത്തെ നശിപ്പിക്കും, ആത്മാവിനെ നശിപ്പിക്കും, അന്തസ് നശിപ്പിക്കും, സമ്പത്ത് നശിപ്പിക്കും, കുടുംബം നശിപ്പിക്കും. നിന്റെ പുന്നാര മോനെ, ഈ വിഷയത്തിൽ നീ നിൽക്കരുത്. നിന്റെ ഒരു വാപ്പ എന്നോണം ഞാൻ നിന്നോട് ഉപദേശിക്കാം. മോനെ, ഈ മഹല്ലത്തിൽ ഒരു കാളി എന്ന നിരക്ക് മാത്രമല്ല, ഞാനും നീയും പോകേണ്ട സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കായി പോകല്ലേ എന്നതുകൊണ്ട് നിന്നെ വിളിച്ചു ഉണർത്തുകയാണ്. ഇത് പറയുന്ന മെഹ്റാബിലെ ഇമാമുകളുണ്ടോ? ഇത് ഉണർത്തുന്ന മഹല്ല് നേതൃത്വമുണ്ടോ? അത് പറയാൻ പറ്റുന്ന വാപ്പാരുണ്ടോ? ഇത് ചോദിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തീവ്രവാദികൾ, ഞങ്ങൾ ഏപ്പിക്കാര്, ഞങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോയവര്, ഞങ്ങൾ നിരീശ്വരവാദികൾ എന്നായിക്കോട്ടെ. ഇത് ഞങ്ങൾ പറഞ്ഞ മഹല്ലത്തിൽ വന്ന് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് മറ്റേ പറഞ്ഞ് ആകെക്കൂടെ ബേജാറാക്കിയിട്ട് എന്ത് പറഞ്ഞു? ഞങ്ങൾ ചോദിക്കുന്നത്, നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികളെ, ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോട്, മക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, മക്കളെ, ഇവിടുത്തെ 75 വയസ്സായ വല്യപ്പാക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ല. ഞമ്മളാണ് ഓരോ പേരക്കുട്ടികൾ. ഇവിടുത്തെ 55 വയസ്സായ വാപ്പാക്ക് മക്കൾ ഞമ്മളാണ്. ഇനി ഞമ്മക്കാണ് ഇവിടെ മക്കൾ ഉണ്ടാകാൻ പോണത്. ഞമ്മളെ വാപ്പിയും വല്ലിപ്പിയും ഓല് ചെറുപ്പക്കാരായിരുന്ന സമയത്ത്, സുബ്ഹാനല്ലാഹ്, മുമ്പ് ഇങ്ങക്ക് ഓർമ്മല്ലേ, എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളെ നാട്ടിൽ ഒരു ചങ്ങായിനെ കാണാൻ വേണ്ടി ഭയങ്കര തിരക്ക്. അപ്പൊ എന്താന്ന് വെച്ചാല് അന്ന് പറഞ്ഞു, ഹിപ്പി വെച്ചിക്കണല്ലോ, അങ്ങനെ മുടിയൊക്കെ എന്തേലും വേണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടോ? ഹിപ്പിക്കാരനായിക്കണല്ലോ. അങ്ങനെ ഈ ഹിപ്പി മുടി കാണാൻ എന്ത് ജാതി തിരക്ക് പഠിച്ചു. അല്ല, അന്നത്തെ കാലഘട്ടം അതാണ്. മോട്ടോർ സൈക്കിളും ആദ്യമായിട്ട് ഒരാൾ പോകണ കണ്ടപ്പോൾ ഒരു ജന്തു അതൊരു മനുഷ്യനെയും കടിച്ചു പോണോന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെല്ലാം കൂടി ചാക്കോലോടി വെച്ച കാലഘട്ടമാണ്. മനസ്സിലാക്കി? ഈ ഇതിങ്ങനെ പടപടാന്ന് പറഞ്ഞ് പോകുമ്പോഴേ എന്ത് ജന്തുവാണ് ആ പെണ്ണാളെ ഈ മനുഷ്യനെയും കടിച്ചു പോകണത്, പാഞ്ഞാലും കിട്ടണ സൈസ് അല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ കാലഘട്ടമാണ്. മനസ്സിലാക്കി? അതന്നെ, കാളവണ്ടിൻ്റെ ഇതിലെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇന്ന് ഈ കാണുന്ന സൗകര്യം വിഷയമൊന്നും അന്ന് വന്ന റോഡുണ്ടോ? ഇല്ല. പാലുണ്ടോ? ഇല്ല. ഈ വക സൗകര്യങ്ങൾ വന്നിക്കണോ? വന്നിട്ടില്ല. അന്ന് പഴയ കാലല്ലേ. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നൊരു കാറ് കാണുന്നതൊക്കെ അതിശയാണ്. ഇന്ന് കുട്ടികൾക്ക് കാറ് കാണിച്ചു കൊടുത്ത അതിശയമുണ്ടോ?
ഇന്ന് കുട്ടിയൊക്കെ അതിശയം ഉണ്ടാക്കണമെങ്കിൽ എന്തുവാണെന്ന് നിങ്ങൾ കാളവണ്ടി കാണിച്ചു കൊടുക്കണം. പടച്ചോൻ എന്നോട് കുട്ടികൾ പറഞ്ഞില്ലേ, ഉസ്താദെ എന്തേ മക്കളെ വെച്ചു, 2 മൂരിയാളെ പെരിയും പൊളിച്ചു പോണോ. അപ്പൊ കാളവണ്ടി പോകണ്ട പെറ്റ വിചാരിച്ചത് എന്താ, നിങ്ങൾ ഏതോ പെരിയും പൊളിച്ചു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, ജനങ്ങളിൽ വന്ന മാറ്റാണിത്. ഞാൻ പറയുന്നത് കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഉയർന്ന ഇന്ന് നടക്കുന്ന മഹല്ല് ഭരണം, കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിയിരിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ, കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിയിരിക്കുന്ന ഇന്നത്തെ പെൺകുട്ടിയുടെ മനസ്സ്, പറമ്പക്കൂടെയൊക്കെ നടന്നിട്ട് വിറക് പൊറുക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചിരുന്ന അവിടുന്ന് മാറിയിട്ട് ഒന്നുങ്ങൾ തിരിച്ചാൽ ഗ്യാസ് ചും നിറഞ്ഞ് കത്തുന്ന അടുപ്പുള്ള വീട്ടിലെ പെൺകുട്ടിയുടെ മനസ്സ്, ഇത് മനസ്സിലാക്കിയിട്ട് വളർന്നു വരുന്ന തലമുറക്ക് ആവശ്യമായ പരിശീലനങ്ങളും തർബിയത്തുകളും ശിക്ഷണങ്ങളും സംസ്കരണങ്ങളും നടത്താൻ മഹല്ല് നേതൃത്വത്തിൽ സംവിധാനങ്ങൾ വേണം. അത് പറയുകയാണ് SSF ചെയ്യുന്നത്, അത് പറയുകയാണ് SYS ചെയ്യുന്നത്, അതിന് നേതൃത്വം നൽകുകയാണ് മൗലാന കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് പറയാൻ പാടില്ല. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, മക്കളെ, നമ്മളെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞമ്മക്ക് കുറച്ചൊക്കെ നമ്മളെ വാപ്പാരെ കണ്ട പരിചയമുണ്ട്. നമ്മളെ മക്കളെ താടി കണ്ടെങ്കിൽ, നമ്മളെ മക്കളെ മുടി കണ്ടെങ്കിൽ, നമ്മളെ മക്കളെ ഫാൻറ് കണ്ടെങ്കിൽ, ഇതൊക്കെ കൂടെ കൂടിയിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ ഫസാദായി പോയാൽ, നമ്മളെ വല്ലിപ്പ മരിച്ചാൽ ബാപ്പ ഉണ്ടാവും കബറങ്ങര്, ബാപ്പ മരിച്ചാൽ നമ്മളുണ്ടാവും കബറങ്ങര്, നമ്മളെ കബറിനടുത്തേക്ക് നമ്മളെ ഈ കുട്ടികൾ വരുന്ന വല്ല അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? പണ്ടൊരു വയസ്സായ വല്ലിപ്പാൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചീത്തറിഞ്ഞു. ഈ വല്ലിപ്പ പറഞ്ഞു, എടാ എൻ്റെ ബാപ്പയും കൂടി ഇജാതി വർത്താനം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, മൂപ്പർക്കോ കൂടിയില്ല. മൂപ്പർക്കോ കൂടിയില്ല എന്നുള്ളതാവും എൻ്റെ അഭിപ്രായം. അതിനിപ്പം മൂപ്പർക്ക് കൂടാത്തതിന് ഞാൻ എന്തിനാ ഉണ്ടാകും? ചെറുപ്പക്കാരന്റെ ആളുകളെ മനസ്സെന്താ നിൽക്കുന്നത്? ഏതിനെയും ഒരു വിമർശന ബുദ്ധിയാക്കാണ് എന്നുള്ളതാണ്. അല്ലാ ഉസ്താദേ, ഓയ് പെണ്ണുങ്ങൾ പ്രസവിച്ചിരിക്കുന്ന, അൽഹംദുലില്ലാ, എന്ത് കുട്ടിയാന്ന് ചോദിച്ചു. കുട്ടി പെൺകുട്ടിയാണ്. അൽഹംദുലില്ലാ, പെൺകുട്ടി വീട്ടിനൊരു വിളക്കാണ്. വിളക്കൊക്കെ വിളക്ക് തന്നെയാണ്, 5-6 വിളക്ക് കൂടിയിലുണ്ട്, എണ്ണ വരാനല്ലാത്തത്. നോക്കി കുട്ടികളെ മനസ്സിപ്പോ അതാണ്. പണ്ട് ഒരു ആലിമ് പറഞ്ഞ വിളക്കാണെന്നുള്ള ഇമ്മ നിൽക്കണ കാലഘട്ടമാണ്. ഇന്ന് അതല്ല, അന്ന് മേത്ത് കിടക്കണ കാലാണ്. അപ്പൊ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കി നമ്മുടെ ചെറുപ്പക്കാർക്ക് ആവശ്യമായ ഉത്ബോധനം, ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന തലമുറയിലെ യോഗ്യന്മാരെ ചേർത്തുകൊണ്ട്, കാരണന്മാര് ഓല കയ്യിൽ കിട്ടിയത് ആർക്കോട്ട് കൊടുക്കൂല, ആരോട്ടും മുണ്ടൂല, അതല്ല കാരണന്മാരെ തള്ളണം എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഇന്നൽ ഉമൂറ ഇദൽ അഹ്ദാസു ദബ്ബറഹ ദൂന ശുയൂഖി തറ ഫീ ബഅദിഹാ ഖലല. അത് ഉറപ്പനെയാണ്. പ്രായമുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ചെറുപ്പക്കാരനെ മാത്രം ഏൽപ്പിച്ചാൽ അത് ഇളമാന് കളവറിയില്ല. ഞങ്ങൾ പറയുന്നത്, പ്രായമുള്ള ഉമ്മമാർ ഉമ്മാമ്മമാരെ, ഉപ്പമാർ ഉപ്പാപ്പമാരെ, ഞങ്ങളെ നന്നാക്കിയെടുക്കാൻ, ഞങ്ങൾ കള്ള് കുടിക്കാതിരിക്കാൻ, ഞങ്ങളെ ചെറുപ്പക്കാരായ മക്കൾ മദ്യപാനത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് അടിമയായി പോകാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അതിന് ചെറുപ്പക്കാരായ ഞങ്ങൾക്കും മദ്രസ കമ്മിറ്റി, പള്ളി കമ്മിറ്റി, ദീനി കമ്മിറ്റി, അതുപോലുള്ള രംഗങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്കും കൂടി അവസരം തന്നുകൊണ്ട് ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് നിന്ന് പോകുന്നവരവസ്ഥയുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്കും കുറെ ദീന് കാണാനും അനുഭവിക്കാനും പഠിക്കാനും ഒക്കെ കഴിയുമ്പോൾ ഞങ്ങൾ കുറെ കൂടി നന്നാകൂലേ? മനസ്സും അടുത്തിരിക്കാൻ പറ്റണം. ശരീരം കൊണ്ട് അടുത്തിരുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സടുക്കാതെ ശരീരം അടുത്തിട്ട് എന്താ കാര്യം? അതിന് വലിയ സമ്മാനം കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർക്ക് കൊടുക്കണം. നമ്മളാണ് കയറി വിടുമ്പോൾ തന്നെ മുന്നിക്കുകയാണ്. നമ്മൾ പൊളിച്ചുമ്പോൾ കയറി മുന്നിക്കാണ് പോവുകയും ചെയ്തു. മുന്നിക്ക് സുബ്ഹാനല്ലാഹ്. ഈ ബൈക്കാണ് മഞ്ചേരിക്ക് വണ്ടൂരിക്ക് പോണ ബസ്. അടുപ്പിച്ച് ഇങ്ങനെ നിർത്തിയിട്ട് ജാതിയും മതവും സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ബസ്സൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും പറയുന്ന കേട്ടിക്കണം? നിങ്ങൾ ആ ബസ്സിലുള്ള ആൾക്കാർ നല്ല ഐക്യമാണ്. നിങ്ങൾ കേട്ടിക്കണത് വരെ ആ ബസ്സിലുള്ള ആൾക്കാരൊക്കെ നല്ല യോജിപ്പാണ്. നിങ്ങൾ കേട്ടിക്കണത് വരെ
ഇല്ല. എന്തുകൊണ്ട്? ശരീരം മാത്രമേ അടുത്തിട്ടുള്ളൂ. സ്റ്റോപ്പിൽ എത്തേണ്ട റെയിൽവേ ഗേറ്റ് അടച്ചാലും ഇറങ്ങിപ്പോവാത്ത ആൾക്കാർ. ഈ അടുത്ത് നിൽക്കണ പേർക്കാർക്കും അതാരാ മറ്റേതാരാന്ന് അറിഞ്ഞിട്ടല്ല, ജാതി നോക്കിയിട്ടും അല്ല, ലീഗോ കോൺഗ്രസോ ഒന്നും അതും അറിയില്ല, മാർക്കറ്റോ BJP ഒന്നും അതും അറിയില്ല, LDF UDF ഒന്നും അതും അറിയില്ല, സുന്നി മുജാഹിദോ ഒന്നും അതും അറിയില്ല. പിന്നെ ഒരു എന്തോ കാരണത്താൽ അടുത്ത് നിൽക്കണേ. ഒരു കുടുംബത്തിൽ കുറെ ആൾ അടുത്ത് നിൽക്കലല്ല. കുടുംബം ഒന്ന് കരുവാരുണ്ടിലും ഒന്ന് നിലമ്പൂരും ആയാലും, ഒന്ന് നിലമ്പൂരും ഒന്ന് വയനാട്ടിലും ആയാലും, ഒന്ന് വയനാട്ടിലും ഒന്ന് കാസർഗോട്ടും ആയാലും, ശരീരം എത്ര ദൂരെയാണെങ്കിലും മനസ്സ് ഒപ്പ. നമ്മളെ മകൻ ജിദ്ദയിലാണ്, നമ്മൾ ഇവിടെയാണ്, പക്ഷേ മനസ്സ് രണ്ടാളതും അടുത്ത. മനസ്സടുക്കണം. അതാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ. അപ്പോ ഒരു കുടുംബത്തിന്റെ അടിത്തറ അതാ. ഏറ്റവും കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം പറയുമ്പോൾ മനസ്സും. ഒരു മഹല്ല് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനം പറയുമ്പോൾ മനസ്സും. ഒരു സംഘടനയുടെ ഏറ്റവും അടിസ്ഥാന കാര്യം പറയുമ്പോൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കാൻ സാധിക്കാം. അതാണ് ഇസ്ലാം. അതിൽ പണക്കാരനും പണിക്കാരനും, അതിൽ പാവപ്പെട്ടവനും അല്ലാത്തവനും, അവർക്ക് മനസ്സും അടുത്തിരിക്കാൻ ഇന്ന് നമ്മുടെ കുടുംബത്തിലും പ്രസ്ഥാനങ്ങളിലും ഇല്ലാതെ പോകുന്നത് ഈ മാനസിക അടുപ്പമാണ്. വളർന്നു വരുന്ന തലമുറക്ക് ഈ നഷ്ടക്കച്ചവടത്തിൽ നിന്ന് മോചനം ലഭിക്കാത്ത കാലത്തോളം പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിന് രക്ഷയില്ല. നമ്മളിങ്ങനെ പുറമെ കണ്ടാൽ നല്ല അടുപ്പുണ്ടാവും. അമ്മായിമ്മയും മരുവോളും പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടാൽ എന്താ പോലെ യോജിപ്പ് കറി. ആകെ ഒരു ചെറുക്കനുള്ളൂ നയിച്ചുകൊണ്ടിരാൻ. ഓൻ വൈകുന്നേരം വരുമ്പോൾ അവനെ കൊണ്ടുവന്നാൽ കാച്ചി കുടിച്ചിങ്ങാണ്ട് അങ്ങനെ ആ കുടിയിൽ ചെറിയൊരു പെരിയിൽ പുറത്തുനിന്ന് നമുക്ക് കണ്ടാൽ നല്ല യോജിപ്പ്. അപ്പുറം കയ്യിലിട്ടുങ്ങാണ്ട് രണ്ടാളും ചാറുവാരിന് കുറേച്ചിനൊക്കെ ശരി തന്നെ. പക്ഷേ അമ്മായിമാനോട് ഒറ്റക്കൊന്ന് ചോദിച്ചു നോക്കുങ്ങൾ, അല്ല നിങ്ങൾക്കിപ്പോ നല്ല സുഖല്ലേ? എന്തൊരു സുഖം? അല്ല ഇപ്പൊ മരുവോളൊക്കെ വന്നു നോക്കുമ്പോ അതിന്റെ കഥ പറയണ്ട. മരുവോള് ഇപ്പൊ ഓളതും കൂടി ഞാന് ബാക്കി ഇനിയിപ്പോ ഞാൻ പറയണില്ല. അമ്മായിമാനോട് ചോദിച്ചു നോക്കുമ്പോ അങ്ങനെ. മരുവോളോട് ഒറ്റക്കൊന്ന് ചോദിച്ചു നോക്കുങ്ങൾ. അന്നപ്പോ കെട്ടിച്ചൊക്കെ ചെയ്ത് നല്ല മട്ടാലേ? മട്ട. ആ തള്ളന്റെ ഉറപ്പ. ആ തള്ളന്റെ എന്നാ തുടങ്ങണ് എന്നാ മനസ്സിലാക്കാം. നല്ല കുട്ടിയാണെച്ചാ പറയും അവിടുത്തെ അമ്മാൻ്റെ എന്നാ പറയാം. അത് കെട്ടിച്ച കുട്ടികൾ വിരുന്ന് വരുമ്പോ ചോദിച്ചാൽ മതി, എന്നാ ജി പോണിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ആ തള്ള നാളെ തന്നെയാണ് ചെല്ലാൻ പറഞ്ഞത്. ഉറപ്പാ. ഒരു തമ്മിലുള്ള യോജിപ്പ് എത്രയുണ്ട്? ഒരു പെരിയിൽ തന്നെയാണ് ഒരു ചാറ് ഭക്ഷണം, ഒരു പാത്രത്തിൽ തന്നെയാണ് ചാറ് വാരുന്നത്. അതൊക്കെ ശരിയല്ലേ? പക്ഷെ മനസ്സുകൊണ്ട് അടുപ്പുണ്ടോ? ഇല്ല. ഇതാണ് മാറ്റം വരേണ്ടത്. മനസ്സുമാണ്. അവിടുത്തെ അമ്മാൻ്റെ എന്ന് കുട്ടികൾ പറയുന്നുണ്ടോ നോക്കേണ്ടി. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഈമാൻ. അതാണ് ഒരു കുടുംബം. വ്യക്തബന്ധം, വിവാഹബന്ധം, അയൽവക്ക ബന്ധം, ഇതൊക്കെ ആ ബന്ധങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണ്? ഒന്നൊന്നിന് സഹായിക്കാൻ മടിയില്ല, ഒന്നൊന്നിന് സഹായിക്കാൻ യാതൊരു വിഷമമല്ല. എല്ലാ കുടിയിലും എല്ലാം ഉണ്ടാവുമല്ലോ. ഉണ്ടാവോ? എല്ലായിടത്തും ഉള്ളതുണ്ടായി, ഞാൻ വേറെ പറഞ്ഞത്. അതേ സമയത്ത് അപ്പുറത്ത് കൈക്കോട്ട്, ഇപ്പുറത്ത് വിക്കാസ്, അവിടുത്തെ വെട്ടെത്തി, അവിടെ കൂടാള്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടെ വിക്കാസ് ഇല്ലാത്തപ്പോ അവിടുന്ന് വാങ്ങും, അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു അല്ലേ? ഓരോ അവിടെ വിക്കാസ് ആണെങ്കിൽ ഇവിടെ കൈക്കോട്ട്, ഇവിടെ വെട്ടെത്തി, ഇങ്ങനെയല്ലേ ഉണ്ടാകുക. അതേ സമയത്ത് മറ്റേ ആ സാധനത്തിന്റെ പേരെന്താ? അങ്ങനെ കുത്തിവെച്ചാണ്ട് തേങ്ങ പൊളിച്ചണ അതിന്റെ പേരെന്താ? ആ തേങ്ങ പൊളിച്ചണ സാധനമല്ലേ അതിന്റെ പേര്? അതെല്ലാ പേരിലും ഉണ്ടാവും. പാര. മനസ്സിലായില്ലേ? മറ്റതൊക്കെ ഓരോരോ പെരിയിലേ ഉണ്ടാവുള്ളൂ. പാര എല്ലാ പെരിയിലും ഉണ്ടാവും. അത് മാത്രമേ ഇപ്പൊ അവിടെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണതേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ഓരോ സ്ഥലത്താണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു ചുറ്റുഭാഗത്ത് താമസിക്കുന്ന 10 പെരക്കാര് ഇതാണ് അവസ്ഥയെങ്കിൽ ഞമ്മക്ക് ഇവിടുത്തെ എല്ലാവരോടും പറയാനുള്ളത്, പൂർവികരായ മുസ്ലിം കുടുംബത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പൂർവികരായ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാരായ സ്വഹാബാക്കളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ, അവരൊക്കെ ജീവിച്ചിരിപ്പുള്ള കാലത്ത്, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, പട്ടണത്തിൽ നിന്ന് അകലെ മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു 10ഓ 8ഓ വീട്ടുകാർ, അവർ അങ്ങാടിയിൽ നിന്നും കുറെ അകലെയാണ് താമസിക്കുന്നത്. 8ഓ 10ഓ വീടുള്ള ഒരു ഗ്രാമം, ഒരു കറിയ. ആ കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു ആട്ടിന്റെ തല
ഒരു ആടിന്റെ തല ദാനമായി കിട്ടി, ഹദിയായി കിട്ടി. ആ ആട്ടിൻ തല ഒരു വീട്ടുകാർക്ക് കിട്ടിയപ്പോൾ അവര് പറയുന്നു, മക്കളെ ഞമ്മക്ക് അടുത്ത ദിവസം ഇറച്ചി കിട്ടിയില്ലോ, അതുകൊണ്ട് നമ്മൾ അയലോക്കത്തെ വീട്ടിൽ കൊടുക്കാം, ഓർക്ക് ഇറച്ചി കിട്ടിയിട്ട് കുറെ ദിവസമായിക്കണം. ഇത് അങ്ങോട്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആട്ടെന്തായാലും അവിടെ കിട്ടിയപ്പോ ആ പെരക്കാര് പറയണ, മക്കളെ ഞമ്മക്ക് പിന്നെയും കിട്ടിക്കോളും. തൊട്ടപ്പുറത്തെ പെര പെണ്ണുങ്ങൾ മാത്രമുള്ള പെരയാണ്. അങ്ങാടിയിൽ ദൂര സ്ഥലത്ത് പോയിട്ട് ഇറച്ചി വാങ്ങിക്കൊണ്ടാണെന്ന് അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ആട്ടെന്തായാലും അങ്ങോട്ട് കൊടുക്കാം. അവിടെ കൊടുത്തു. സ്ത്രീകൾ മാത്രമുള്ള ആ വീട്ടിലേക്ക് ഈ ആട്ടിൻതല കിട്ടിയപ്പോ അവര് പറയാണ്, ഞമ്മൾ അപ്പുറത്തെ വീട്ടിലുണ്ട് ഒരാൾ വയസ്സായിട്ട് കിടക്കണം, വല്ലാത്ത അസുഖാണ്, അതുകൊണ്ട് അയാൾ ഇറച്ചിക്ക് വല്ലാത്ത പൂതി പറഞ്ഞ് ഇത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ആ വീട്ടിലേക്ക് ആ തല കിട്ടിയപ്പോ ആ വയസ്സായ മനുഷ്യൻ രോഗത്തിൽ കിടക്കുമ്പോൾ അയാൾ പറയാം, മക്കളെ നമുക്ക് പിന്നെയും കിട്ടിക്കോളും, നമ്മളെ തൊട്ടപ്പുറത്തെ പെരങ്ങൾ കണ്ടിട്ടില്ല, ചെറിയ 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 മക്കളാണ് അവിടെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറച്ചി വെച്ചിട്ട് അതിന്റെ മണം കേട്ടിട്ട് ആ കുട്ടികളെ പൊറുതിയാടാക്കാൻ പറ്റൂല, അതുകൊണ്ട് ഈ ആട്ടിൻ തല അങ്ങോട്ട് കൊടുക്കാം. കിതാബ് രേഖപ്പെടുത്തുന്നത്, ആ ആട്ടിന്റെ തല കിട്ടിയപ്പോ ഓരോ വീട്ടുകാരനും വിചാരിക്കുന്നു, ഞങ്ങളെക്കാൾ ആവശ്യം മറ്റവർക്കാണെങ്കിലോ, ഞങ്ങളെക്കാൾ ആവശ്യം മറ്റവർക്കാണെങ്കിലോ, ഞങ്ങളെക്കാൾ ആവശ്യം മറ്റവർക്കാണെങ്കിലോ, ഇങ്ങനെ ഓരോരുത്തരും ഉദ്ദേശിച്ചിട്ട് ആ ആട്ടിന്റെ തല ഇങ്ങനെ ചുറ്റിച്ച് ആദ്യം കൊടുത്ത പെരേക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യം, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സ്നേഹം, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ധർമ്മം, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യമോക്കം, സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾ ഈ രൂപത്തിൽ വരുന്നത് ഇല്ലാതാക്കിയത് അത് വഹാബി പ്രസ്ഥാനമാണ്. അതിന്റെ പ്രധാന കാരണം മൗദൂദികളാണ് മറ്റൊരു കാരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി തുടങ്ങിയ പ്രസ്ഥാനക്കാർ നമ്മുടെ നാട്ടിൽ വന്നു. ഒന്ന്, മദ്യപാനവും ചൂതുകളിയും തുടങ്ങിയ തമ്മാടിത്തരങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നു. രണ്ട്, ഭൗതിക അതിപ്രസരത്തിന്റെ പരിഷ്കാരങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു. ഇതൊക്കെ കൂടെ ചേർന്ന് വന്നപ്പോൾ നമുക്കിടയുള്ള മനസ്സും തമ്മിലുള്ള പൊരുത്തമില്ലാതായി. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ SSFന്റെ പ്രവർത്തകന്മാര്, SYSന്റെ പ്രവർത്തകന്മാര് മർക്കസുസക്കാഫിത്തുസുന്നിയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട പ്രതാപത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ മഹല്ലത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ പണ്ഡിതന്മാരിലും നമ്മുടെ ഉമറാക്കളിലും നമ്മുടെ ചെറുപ്പക്കാരിലും രാജ്യത്തിന്റെ ഇന്നത്തെ പോക്കിനെ കുറിച്ച് ശ്രദ്ധയിൽ കൊണ്ടുവരിക. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. പള്ളിക്കലമല്ലാക്ക വാങ്ങിക്കൊടുത്താൽ എല്ലാവരും ഒന്നും നിക്കരിച്ചാൻ വരൂല. അത് വിചാരിച്ചിട്ട് ഒരിക്കൽ വാങ്ങിക്കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ വാങ്ങി കൊടുക്കാതെക്കാൻ പറ്റുമോ? അതില്ല. വല്ലാക്കാൻ ഏൽപ്പിച്ചത് സമയമായി എന്ന് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ വാങ്ങിക്കൊടുക്കുക. നമ്മൾ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയാം. അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തവർ സ്വീകരിക്കും. ഞങ്ങൾ ആ ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഈ പ്രദേശത്തുള്ള കുറച്ച് മുഅ്മിനീങ്ങളായ ചെറുപ്പക്കാരും മറ്റും ചേർന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പൊതുയോഗം നിശ്ചയിച്ചപ്പോൾ, ഓ പ്രിയപ്പെട്ടവരെ, ഇതുവരെ കള്ളുകൂടി സംഘത്തെ കൊണ്ടുവരാൻ തീരുമാനിച്ചാലോ? ഇവിടുത്തെ ചെറുപ്പക്കാർ കൂടിയിട്ട് ഇവിടെ ചൂതാട്ടത്തിന് തമ്മാടിത്തരത്തിന് ഒരുങ്ങിയാലോ? അപ്പോൾ നോട്ടീസ് ഇറക്കാൻ ആരും ഉണ്ടാകൂല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന ഈ ചുറ്റുപാടിൽ അവർക്ക് നല്ലത് കാണാൻ, നല്ലത് അനുഭവിക്കാൻ, നല്ലത് പഠിക്കാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആലിമീങ്ങളും സയ്യിദന്മാരും, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ എത്രയോ ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയിരിക്കുന്ന ആളുകൾ അവരാരും വഹാബിസത്തിലേക്കും മൗദൂദിസത്തിലേക്കും ഖാദിയാനിസത്തിലേക്കും പോയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വഹാബി, മൗദൂദി, ഖാദിയാനി എന്ന് പറഞ്ഞാൽ ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും എന്ന് പറഞ്ഞ മാതിരി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമല്ല. രാഷ്ട്രീയപരമായി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇട്ടുള്ളിൽ നിങ്ങൾ നിന്നോളും, എനിക്ക് ഇട്ടുള്ളിൽ ഞാൻ നിന്നോളും. അതിനിപ്പോ ആരെയും ഒത്താശയൊന്നും കിട്ടേണ്ട കാര്യമില്ല. അത് ഇന്നൊരു പാർട്ടിയിലാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വേറെ പാർട്ടിക്ക് നിൽക്കാം. അതിന് പ്രത്യേകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള മാതിരി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പിതാവ് എന്നുള്ള രീതിയിലുള്ള ആളാണ് കേരളത്തിൽ കരുണാകരൻ. അയാൾ കുറച്ചു കാലം കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്നു, വേറെ പാർട്ടിയിൽ. പേര് കോൺഗ്രസ് ആണെങ്കിലും അല്ലേ, സ്വാഭാവികം. ഇന്നിപ്പോ ഈ പാർട്ടികളൊക്കെ തലപ്പത്ത് നിൽക്കണ പലരും പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഇതിലൊക്കെ പോയി വന്നോല.
അത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. നമ്മളെ സ്ഥിതി ഇപ്പം എന്താ? നമ്മളോട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആൾക്കാർ വന്നുകാണ്ട് ഉസ്താദെ ഞാൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യുന്നോ ചെയ്യൂലെന്നോ, അത് നമ്മൾ എന്താ വെച്ചാൽ മനസ്സിലായിക്കോട്ടെ. ഞമ്മക്കങ്ങനെ രാഷ്ട്രീയത്തെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടുത്തെ MLA മന്ത്രിയും ഒക്കെ ഞമ്മക്കൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളെ പിന്തുണ UDF, വോട്ട് LDF. ഒരു തെരഞ്ഞെടുപ്പിന് പിറ്റേത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ പിന്തുണ UDF, പിന്തുണ LDF, വോട്ട് UDF. അതിലത്രോ. അതിന് നമ്മൾ തമ്മിൽ എന്തില്ല, കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമല്ല. അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ തരേണ്ട കാര്യമൊന്നുമില്ല. അതിഞ്ഞിപ്പോൾ ആര് ജയിച്ചാലും പോണ പോക്കര് നമ്മളെ കാണുമ്പോൾ ഞാൻ 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിന് 10 രൂപ ഇല്ലേ? വേളൂർ കൃഷ്ണൻകുട്ടിൻ്റെ ഉണ്ടയില്ലാ പടിയിൽ അയാൾ പറഞ്ഞില്ലേ, ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഇവിടെ പൂത്തിവെപ്പിൻ്റെ ഗവൺമെൻറ്റേ വന്നിട്ടുള്ളൂ. നമ്പർ 10 സോപ്പി നമുക്ക് കിട്ടിയിട്ട് പിന്നെ കിട്ടിയത് 501 അല്ലേ? ബാക്കി നമ്പറൊക്കെ എവിടെ? 350 എവിടെ? 400 എവിടെ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളത് ആലോചിക്കായിട്ടാണ്. നമ്പർ 10 അല്ലേ നമുക്ക് കിട്ടിയത്, പിന്നെ കിട്ടിയത് ഏതാ? 501. അതിൻ്റെ അടക്കമുള്ള നമ്പറൊക്കെ എവിടെ? ഏത് ഗവൺമെൻറ് ഭരിച്ചാലും കണക്ക് തന്നെയാണ്. കുട്ടിക്കൂറ എത്ര കാലമായി കിട്ടി തുടങ്ങിയിട്ട് അച്ചിക്കൂറ എവിടെയെന്ന് വെച്ചു. അത് വേറെ. രാഷ്ട്രീയവും വർത്താനം വോട്ടും വിഷയമൊക്കെ അത് വേറെ കാര്യമാണ്. അത് നമുക്ക് എന്തേ ഉള്ളൂ, ഇങ്ങനെ വിടാനുള്ളൂ. അതിൻ്റെ പേരിലൊന്നും നമ്മൾ എന്താക്കണ്ട. ആരും ഒരു മറ്റേ മാർക്സിസ്റ്റുകാരാണ്, ഒരു മറ്റേ നിരീശ്വരവാദികളാണ്, ഒരു മറ്റേ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇവര് മറ്റേ ലീഗുകാരാണ്. ആണോരായിക്കോട്ടെ, ആരും മറ്റേ ആയിക്കോട്ടെ. നമ്മളിവിടെ ദീനെന്താ അത് പറയും. നമ്മളെ പൂർവികരായ മഹാന്മാർ ചെയ്തു പോകുന്ന ദീനുണ്ടല്ലോ, ആ ദീന് നോക്ക്. ദീനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അവരെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ബാഫഖി തങ്ങൾക്ക് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടി ഒറ്റപ്പരിയിൽ തന്നെ 25 ആണ്. 3-4 ഭാര്യമാരിലായി. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ അവർക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും എത്ര ആളുണ്ട്? പക്ഷേ ബാഫഖി തങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാര്യയോ, ബാഫഖി തങ്ങളുടെ ഏതെങ്കിലും ഒരു മകളോ, ബാഫഖി തങ്ങളെ പെൺകുട്ടികളോ, ബാഫഖി തങ്ങളെ ആൺമക്കളെ ഭാര്യമാരോ, സുബ്ഹാനല്ലാഹ്, അവരെ ആരെയും കൂട്ടി ബാഫഖി തങ്ങൾ സ്ത്രീകൾ പോകുന്ന പള്ളിയിലേക്ക് പോയതായി ചരിത്രമില്ല. നമ്മുടെ മക്കളിൽ ചിലർക്കൊക്കെ വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും പേരിൽ പെണ്ണുങ്ങളെ പള്ളിക്കൊക്കെ കൊണ്ടുപോകണമെന്ന് കമ്പുണ്ട്. ഇത് ചെറുപ്പക്കാരിൽ ഇല്ലാതാവാൻ നമ്മൾ അധ്വാനിക്കേണ്ടതില്ലേ? നമ്മൾ ചെറുപ്പക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലേ? അതിനാണ് SSF, അതിനാണ് SYS, അതിന് നേതൃത്വമാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ. ആ നേതൃത്വത്തിലെ പണ്ഡിതനാണ് മൗലാന കാന്തപുരം ഉസ്താദ്. കേരളത്തിലും ലോകത്തും ആയിരക്കണക്കായ ജുമുഅത്ത് പള്ളികൾ, ആ ജുമുഅത്ത് പള്ളികളിലെല്ലാം അറബിയിൽ ഖുത്ബ ഓതിയിട്ട് നിസ്കരിക്കാൻ. വഹാബിന്റെ പള്ളിയിൽ മാത്രം മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ മർഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങളോ, ബാഫഖി തങ്ങളോ, മമ്പറം തങ്ങളോ, ഉള്ളാളത്തെ തങ്ങളോ, AP ഉസ്താദോ, EK ഉസ്താദോ ആരും ആ പള്ളിക്ക് പോയിട്ടില്ല. വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാരനെ വഹാബിയും മൗദൂദിയും വരവീശാൻ പോകുന്നു. നമ്മൾ ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കേണ്ടതില്ലേ? അതിനാണ് ഈ പ്രസ്ഥാനം. നിങ്ങൾക്കറിയോ, മക്കത്തെ പള്ളിയിൽ തറാവീഹ് 20, മദീനത്തെ പള്ളിയിൽ തറാവീഹ് 20, ബൈത്തുൽ മുഖദ്ദസിൽ 20, ലോകത്ത് മുഴുവനും 20, സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ 20. സുബ്ഹാനല്ലാഹ്. വഹാബിന്റെ പള്ളിയിൽ മാത്രം 8. ഈ 8 പള്ളിക്ക് നമ്മളെ ചെറുപ്പക്കാരനെ വലവീശി കൊണ്ടുപോകാൻ വഹാബിയും മൗദൂദിയും ചുറ്റുഭാഗത്ത് കറങ്ങി നടക്കുമ്പോൾ നമുക്ക് ബോധവൽക്കരിക്കേണ്ടതില്ലേ? അതിനാണ് SSF, അതിനാണ് SYS, അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അതിശക്തമായി പറയുന്നത്. മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളിലേക്ക് കടന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വഹാബിയോ മൗദൂദിയോ പോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ വന്നാൽ ആ കുടുംബത്തിൽ പിന്നെ ഐക്യത്തോടു കൂടെ ഒരു കാര്യവും നടത്താൻ കഴിയില്ല. ഇല്ല, ഒരു കാര്യവും നടത്താൻ പറ്റില്ല.
ഒരു പാത്രത്തിൽ ഒരു ജവനിയിൽ വെള്ളം എടുത്തിട്ട്, ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് ഒതുണ്ടാക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ അമ്മ ഇങ്ങനെ ജവന്റെ പാല് തിരിച്ചുകാണ്ട് അതിൽ ഒതുണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വഹാബി ആയ ചേർക്കാൻ പറയും, എന്തിനാ നിങ്ങൾ തിരക്കതി അതിൽ കയ്യിട്ട് ഒതുണ്ടായിക്കോളും. ഒതുണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുത്താൽ അതിൽ തറക്കുക. ഇനി ആ ഒതു എടുക്കണം എന്ന് വിചാരിച്ചാൽ ഉമ്മ ഇങ്ങനെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഉമ്മ നെയ്യത്ത് ചെയ്യാൻ നിൽക്കുകയാണ് വെച്ചാൽ എത്തിന് ഞങ്ങൾ നെയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി നിൽക്കുന്നത്, അത് മനസ്സിലല്ലേ? അവിടെയും ഇതൊന്നുമുണ്ടാ എന്നാ അവിടെ നിന്ന് അമ്മ കയ്യും മുറൊക്കെ കൈകൾക്ക് മുഖം കയ്യൊക്കെ കയ്യിൽ കഴിഞ്ഞാൽ തല അടക്കാൻ വേണ്ടി നോക്കിയാൽ എന്തിനാ അതിന് വേറെ വെള്ളം അടക്കണം? തലയും ചെവിയൊക്കെ ഒന്നായിട്ട് അടയ്ക്കാൻ മതി. തലമ തന്നെ അല്ലേ ചെവിയില്ല. നോക്കി നിങ്ങൾ തല തടകാനും ചെവി തടവാനും കൂടി ഒറ്റൊന്ന് മതി. ആ എന്തേന്ന് ചോദിച്ചു നോക്കുമ്പോൾ തലമ തന്നെ അല്ലേ ചെവി. എന്നാ പിന്നെ മുഖം കഴിക്കാൻ പോരെ? എന്താണ് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ കോലം നിങ്ങൾ ആലോചിക്കുന്നത്? ഇത് എവിടെയാണ് ഇതിന്റെ എത്തി നിൽക്കുന്നത്? ബാപ്പ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഒതുകൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു ചെറുക്കാൻ പറയണ അങ്ങനെ ഒതുകൊടുക്കണം, മറ്റേ ചങ്ങായി പറയണ ഇങ്ങനെ ഒതുകൊടുക്കണം. നോക്കിങ്ങൾ ഇനി ഇവരൊന്ന് അവഗണിച്ചുകൊണ്ട് നിസ്കരിച്ചാൻ വേണ്ടി കയറി നിന്ന ഉസല്ലി ഫർദ സ്വലാത്ത് സുബ്ഹി. എന്തിനാ നിയ്യത്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യേണ്ടി ഒന്നുമില്ല. നിസ്കരിച്ചാൽ തന്നെ അറിയില്ല ഇപ്പൊ നിൽക്കാരാണ്, പിന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് അറിയാൻ. നോക്കിങ്ങൾ എല്ലാത്തിനും തർക്കിച്ചാൻ അധികം വിവരമൊന്നും വേണ്ടല്ലോ. ആണോ? തർക്കിച്ചാൻ എന്തിനാ വിവരം? കുഞ്ഞാലിയാക്ക ഡോക്ടറെ അടുത്ത് പോയി കണ്ട് പൊന്നാര ഡോക്ടറെ കാല് കടഞ്ഞിട്ട് യാതൊരു രക്ഷയില്ല, നേരം വെളുക്കോളം കണ്ണിന്റെ പോള ചെമ്പിയിട്ടില്ല, ഇതെത്താ ഞാൻ കാട്ടെന്ന് ചോദിച്ചു. സാരല്ല വിചാരിയാക്ക എന്നിട്ട് അടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു സാരല്ല, വയസ്സായില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. വയസ്സായിട്ട് വയസ്സാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അതേ വയസ്സുള്ള മറ്റേ കാലിന് അതിനെന്താ ഇല്ലാത്ത? നോക്കി ഇനി എന്താ അയാൾ പറയുന്നത്? കൊക്കലാമത്തിന്റെ ചോദ്യത്തിന് അധികം വിവരം വേണ്ട. ഇയാളൊന്ന് സമാധാനിപ്പിച്ചതാ അയാൾ. അതുകൂടി ഇസ്ലാം ദീനിന്റെ കാര്യങ്ങളിൽ കൊക്കലാമത്തിന്റെ ചോദ്യം ചോദിച്ചു വരുന്നവരുണ്ടാകും. നമ്മളെ വയസ്സായ ആൾക്കാർക്ക് കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇതൊക്കെ നമ്മളെ വീട്ടിലും നാട്ടിലും നടന്നുകൊണ്ടിരിക്കുക. പീടിയ കൊലയുമലും മുഴുവനും ഈ വക കാര്യങ്ങളൊക്കെ കെട്ടിക്കുടുക്കിയിട്ട് അതിനിടക്ക് ക്രിസ്ത്യൻ മിഷനറി ഒരു ഭാഗത്ത്, വഹാബി മിഷനറി ഒരു ഭാഗത്ത്, മൗദൂദിയാളത് വേറൊരു ഭാഗത്ത്, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ആൺകുട്ടികളെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പഠിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ട് എന്താ പഠിപ്പിക്കണത്? നിസ്കരിക്കുമ്പോ നിയ്യത്ത് വേണ്ട, തറാവീഹ് 20 വേണ്ട, ഖുത്ബ അറബിയിൽ വേണ്ട, മൗലൂദ് ഓതണ്ട, മാല ചെല്ലണ്ട, കണ്ടോ, മരിച്ചോർക്ക് യാസീൻ ഓതണ്ട, മരിച്ചോർത്ത് ഓതണ്ട, ഇതൊക്കെയാ പഠിപ്പിക്കണത്. ഈ അവസ്ഥ വന്നപ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന മഹത്തായ പൂർവികരുടെ ആദർശത്തെ ഉറക്കെ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലാണ് SSF-ഉം SYS-ഉം അതിന് ഒരു നേതൃത്വം നൽകുന്ന മർക്കസും അതിന്റെ പിതാവ് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ്. അള്ളാഹു അതിനെ ഉയർത്തുമാറാവട്ടെ, അള്ളാഹു അതിനെ വളർത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ യതീമുകളായ കുടുംബങ്ങളുണ്ട്. ആ യതീമുകളായ കുടുംബങ്ങൾക്ക് നമ്മൾ സഹായങ്ങളും ജീവകാരുണ്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് ദീൻ പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് ഉപകാരപ്പെടും. മർക്കസ് എന്ന മഹത്തായ സ്ഥാപനത്തിൽ 800 ആൺകുട്ടികളാണ് പഠിക്കുന്നത്. യതീമുകൾ മാത്രം 800 ആൺകുട്ടികൾ. ആ കുട്ടികൾ അവിടെ പഠിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ അവിടെ പഠനം പൂർത്തിയാക്കിയാൽ കുട്ടികളുടെ കഴിവനുസരിച്ച് മെഡിക്കൽ കോളേജിൽ ഡോക്ടറാകാൻ പഠിക്കണോ, മർക്കസ് പഠിപ്പിക്കും. ലോ കോളേജിൽ അഡ്വക്കേറ്റ് ആകാൻ പഠിക്കണോ, മർക്കസ് പഠിപ്പിക്കും. എഞ്ചിനീയറിംഗ് കോളേജിലാണോ അത് പഠിപ്പിക്കും. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണോ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അലിഗഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ മർക്കസിൽ പൂർത്തിയാക്കിയ യതീം കുട്ടികൾ പഠിക്കുന്നു. അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി വന്ന കുട്ടികളെ മർക്കസിന്റെ ചിലവിൽ അബുദാബി, ദുബായ്, ഷാർജ, അൽഐൻ തുടങ്ങിയ UAE-യുടെ എമിറേറ്റ്സുകളിലുള്ള പെട്രോളിയം കമ്പനിയിലെ ഓഫീസുകളിലും മറ്റുമായി മർക്കസിന്റെ ചെലവിൽ അവരെ ജോലിക്കയക്കുന്നു. 3000 കുട്ടികളെ ഇതിനിടക്ക് മർക്കസ് അവിടെ എത്തിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വാപ്പ മരണപ്പെട്ട കുട്ടികൾ, വാപ്പയും ഉമ്മയും മരണപ്പെട്ട കുട്ടികൾ, ഈ യതീം മക്കളെ കൈപിടിച്ച് ഉയർത്തുക എന്ന സേവനമാണ് മർക്കസും ആ സ്ഥാപനവും ചെയ്യുന്നത്. ഇതൊരു കുടുംബത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതല്ലേ?
ഞാൻ ആ ഭാഗത്ത് ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇപ്പോ അപകട മരണങ്ങളും കുഴഞ്ഞു വീണ് മരിക്കലും ഇതുപോലത്തെ ഒക്കെ വർദ്ധിച്ചു. ഇത് വർദ്ധിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഗർഭിണിയായ ഭാര്യ പ്രസവത്തിന്റെ മുമ്പ് തന്നെ കുട്ടിന്റെ വാപ്പ മരിച്ചു. ചോര കുഞ്ഞിനെ പ്രസവിച്ചിട്ട് 40 ദിവസം കഴിയാതെ ഈ ഉമ്മ കിടക്കാണ്. ഈ കുട്ടി ഉമ്മയുടെ തണുപ്പും ചൂടും തട്ടി അവിടെ കിടക്കുക, ഈ ചോര പൈതല്. പക്ഷേ ആ കുട്ടിക്ക് മുല കുടിക്കാനില്ല. കാരണം എന്തെങ്കിലും ഭക്ഷണം കൊണ്ടേ കൊടുക്കാൻ ആള് വേണ്ടേ? ഈ ചോര പൈതലിന് പോഷകാഹാരങ്ങൾ കിട്ടണ്ടേ? ഈ യത്തീം കുട്ടിനെ, ചോര കുട്ടിനെ ഏത് സ്ഥാപനത്തിലാണ് കൊണ്ടേ പഠിപ്പിക്കുക? ഈ സമ്മേളനത്തോടു കൂടെ, ഈ സമ്മേളന ആലോചനയിൽ നേരത്തെ തീരുമാനിച്ചു, മർക്കസ് ഹോം കെയർ ഓർഫനേജ്, വീട്ടിലുള്ള ചോരപ്പൈതലുകളായ യതീമുകളെ വീട്ടിൽ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കുക. ഉമ്മയുടെ കൂടെ ആ കുഞ്ഞ് കിടക്കട്ടെ. ആ കുഞ്ഞിന് പോഷകാഹാരം ലഭിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം ഞങ്ങളുടെ സംഘടന മർക്കസ് മുഖേന ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജീവകാരുണ്യത്തിന്റെ പ്രവർത്തനത്തിന് നിങ്ങളെ നാട്ടിലും ഒരു യൂണിറ്റ് ഉണ്ടായിക്കോട്ടെ എന്നാ ഞങ്ങൾ പറയുന്നു. ഈ പ്രദേശത്തും അങ്ങനെ ഒരു ചോരപ്പൈതൽ ഉണ്ടായാൽ നിങ്ങൾ ആരെങ്കിലും ഒരു കത്ത്, ഇതാ കാളികാവ് പഞ്ചായത്തിലെ എന്താ ഇവിടെ പറയാ, ചായോട് പ്രദേശത്ത് നമ്മളെ പിരാക്കമ്പത്ത് ചേക്കൂട്ടിന്റെ മകള് അങ്ങനെ പ്രസവിച്ച് കിടക്കാണ്, തീരെ സുഖം, വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിൻ്റെ അപ്പൊ ഇവിടുത്തെ SSFന്റെ കുട്ടികൾ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ്, വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ചോരപ്പൈതലുണ്ട്. ഈ കത്ത് അവിടെ കിട്ടിയ അഡ്രസ് പ്രകാരം മാസം മാസം ഈ ചോരപ്പൈതലിനെ പോറ്റാനുള്ള ഫണ്ട് മർക്കസിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ SSFന്റെ ഒരു യൂണിറ്റ് പടി ഉണ്ടായിക്കോട്ടെ. വേണ്ടേ എന്നാ ഉണ്ടാക്കും, വേണ്ട. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. പറയാനുള്ളത് പറയാം. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ഇവിടെ ആദായം ഉണ്ട്, കച്ചവടത്തിൽ സാധനം വന്ന് വാങ്ങി നോക്കിയെന്ന് പറയാം. വണ്ടിയിൽ പോയി വാങ്ങുക, അല്ലാതെ കൂടി ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഞങ്ങൾ ചെയ്യരുത്. ഈ സഹായ സഹകരണങ്ങൾ മർക്കസിന്റെ പെൺകുട്ടികൾ പഠിക്കുന്ന ഓർഫനേജിൽ 700 കുട്ടികളാണ് പഠിക്കുന്നത്. ആ കുട്ടികൾ അവിടെ +2 പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്കാണ് ചെന്ന അവിടെ പെണ്ണുങ്ങൾ മാത്രം. ഗേറ്റ് കീപ്പറായി നിൽക്കുന്ന ഒരു ചങ്ങായി ഉണ്ട്. ഓൻ ഗേറ്റ് അടക്കാ തുറക്കുക, അതിനവിടെ പുറത്തേക്ക്, ബാക്കി അങ്ങോട്ടൊക്കെ വെറും പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളുടെ ലോകത്ത് അവർ 10ാം ക്ലാസ് മദ്രസയും +2 വിദ്യാഭ്യാസവും ആകുമ്പോഴേക്ക് സ്വാഭാവികമായും മുസ്ലിം കുട്ടികളാണ്. പലപ്പോഴും വിവാഹാന്വേഷണങ്ങളായി. വിവാഹം ഉറപ്പിക്കാൻ 2 കുട്ടികളും കുട്ടിനെ പറ്റി കണ്ടു അല്ലേ, കണ്ടാ ഒരു 3 റുപ്യ മുട്ടായി കൊടുത്താൽ പിന്നെ കണ്ട് പറ്റിയെന്നായി. ആ വിഷയം കഴിഞ്ഞാൽ വാക്ക് പറഞ്ഞു ഉറപ്പിക്കാൻ കുടുംബങ്ങൾ വരുന്നത് AP ഉസ്താദിന്റെ അടുത്താണ്. ഉസ്താദ് ഈ യതീം കുട്ടിയെ കെട്ടാൻ തയ്യാറായ ചെറുപ്പക്കാരന് ഉസ്താദിന്റെ ഫണ്ടിൽ നിന്ന് 10,000 ഉറുപ്യ കൊടുക്കും ആ ചെറുപ്പക്കാരന് മഹർ വാങ്ങാൻ. ഈ കെട്ടിക്കുന്ന യതീം കുട്ടിക്ക് 10 പവന്റെ പണ്ടം കൊടുക്കും. ആ കുട്ടിനെ എന്തെങ്കിലും ഒരു കാതുക്കും കൗത്തുക്കും ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആ കുട്ടികളെ മുഴുവനും കെട്ടിച്ചയക്കുന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു സഹായം നടക്കുന്ന സ്ഥാപനം നമ്മളെ നാട്ടിലും അറിഞ്ഞോട്ടെ. അപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് LDFനെയും UDFനെയും നോക്കിയിട്ടല്ല, ഇത് മനുഷ്യന്മാരെ നോക്കിയിട്ട് ചെയ്യാണ്. LDF UDF ഒക്കെ നിങ്ങൾക്ക് മാണ്ടിയെടുത്ത് നിന്നോളി. നിങ്ങൾക്ക് ആരെക്കൊണ്ടേ ഗുണം കിട്ടിയ ഓരപ്പം നിന്നോളി. ആരെക്കൊണ്ടും ഗുണം കിട്ടിയിട്ടില്ല, എല്ലാവർക്കും ആണ് വോട്ട് ചെയ്തോളി. അത് നിങ്ങളിഷ്ടമാണ്. ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ എൻ്റെ വാർഡിൽ നോക്കുമ്പോൾ 2ഉം കണക്കാണ്. ആർക്ക് വോട്ട് ചെയ്താലും ഞാൻ പഠിച്ചവനോട് സമാധാനം പറയേണ്ടി വരും. പോകാതെ എന്നാൽ അതൊരു ഗതിയോട്. അപ്പം ഞാൻ ആർക്കും വെറുപ്പ് വേണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ആണ് കിട്ടും. അത് നിങ്ങൾ ഇതിലേക്ക് കൂട്ടി കുഴക്കണ്ട. അത് നമ്മളെ വിഷയമല്ല. നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ ചെറുപ്പക്കാർക്ക് സംഘടിച്ച് നിൽക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കുറെ അവസരങ്ങളായി. ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല, സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആദിവാസികളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നത് മുസ്ലിമീങ്ങളാണ് എന്നാ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് അല്ലേ? എങ്ങനെ ഇത് വന്നത് നിങ്ങൾക്കറിയോ? കേരളത്തിന്റെ പുറത്ത് ഒരു ജില്ലയിൽ പോലും ഒരു ഹൈസ്കൂൾ ഇല്ലാത്ത സ്ഥലമുണ്ട്. ഒരു ജില്ലയിൽ ഒരു ഹൈസ്കൂൾ ഇല്ലാത്ത സ്ഥലമുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു ജില്ലയിൽ ഒരു ഹൈസ്കൂളില്ല. അങ്ങനത്തെ സ്ഥല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കേരളത്തിന്റെ പുറത്ത് പല സ്ഥലങ്ങളും. പ്രിയപ്പെട്ടവരെ, മർക്കസ് എന്ന മഹത്തായ കുടുംബം ആ സ്ഥാപനത്തിൽ
18 സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. കാശ്മീർ, ഹരിയാന, ബീഹാർ, തമിഴ്നാട്, കർണാടക, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് 18 സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് സാർ ഇന്നലെ മർക്കസിൽ വന്നിരുന്നു. 1 മണിക്കൂർ സമയം അദ്ദേഹം മർക്കസിലുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മുതൽ 6 വരെയുള്ള 1 മണിക്കൂർ ടൈം ഇ അഹമ്മദ് സാർ മർക്കസിലുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിന് അകത്തും പുറത്തുമുള്ള കുട്ടികൾ മർക്കസിൽ പഠിക്കുന്നത് നേരിൽ കാണുമ്പോൾ കാശ്മീരിലെ കുട്ടികളെ തന്നെ നോക്കുകയാണ് അയാൾ. കാരണം കാശ്മീർ എന്ന് പറഞ്ഞാൽ തീവ്രവാദി, മുണ്ടിയാ തീവ്രവാദി, കേട്ടാ തീവ്രവാദി, പറഞ്ഞാൽ പിടിച്ചോണ്ടോ, അങ്ങനത്തെ ആ കാശ്മീർ. ആ കാശ്മീരിൽ നിന്ന് 400 ചില്ലറ കുട്ടികളാണ് മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കഥ പറയല്ല, ഒരു ദിവസത്തെ പണിക്കൂലി മതി അവിടെ പോയി വരാൻ, അതിനെ മുഴുവൻ വേണ്ട. സമ്മേളനത്തിന് അന്ന് ആകണമെന്നില്ല, സമ്മേളനത്തിന് അന്ന് പോയാൽ അതൊക്കെ കൂടെ കാണാൻ കൂടില്ല. സമ്മേളനത്തിന് അന്ന് പോയാൽ പണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കാണാൻ പോയി നമ്മളെ കുഞ്ഞാലിയാക്ക പോയി വന്നുകാണ്ട് പറഞ്ഞു അവിടെ കുറെ ബസ് തന്നെയുള്ളൂ, സ്റ്റാൻഡൊന്നും കാണാനില്ല. ബസ് സ്റ്റാൻഡ് നിറച്ച് ബസ് നിർത്തി കൊടുത്ത് പിന്നെ ഇയാൾക്ക് സ്റ്റാൻഡ് വേറെ കാണാം. അപ്പൊ എന്ന മാതിരി സമ്മേളനത്തിന് അന്ന് പോയാൽ ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ കൂടിയില്ല എന്ന് വരും. ഇനി അന്നേ നേരമുള്ളൂ എന്ന് ഞങ്ങൾ അന്നൊന്ന് പോയി നോക്കി. ഇത് അധിക ദൂരമല്ലല്ലോ ഇപ്പൊ ഇത് കോഴിക്കോട് മർക്കസ് കയറണത്. ഇവിടെ കാരന്തൂര് ഇതിലാണ്ട് മുക്കം ബൈക്കാണ് പോയാൽ കൂക്കിയാ കേൾക്കണ ദൂരത്തല്ല ഇപ്പൊ ഇത്. കഥ പറയാൻ കേൾക്കാൻ നിൽക്കണ്ടല്ലോ. കാശ്മീരിൽ നിന്ന് വെടിയൊച്ചകളുടെ ശബ്ദം മാത്രം കേട്ട് പരിചയം ഉള്ള, ബോംബ് സ്ഫോടനങ്ങളെ മാത്രം കണ്ട് വിറങ്ങലിച്ച, പട്ടാളക്കാരന്റെ ബൂട്ടിന്റെ ശബ്ദം മാത്രം കണ്ട് ധരിച്ചുപോയ കാശ്മീരിലെ മുസ്ലിം മക്കൾ അവരെ കണ്ണും മുഖവും കണ്ടാൽ പേടിച്ച് വിറങ്ങലിച്ചതാണ്. ആ കുട്ടികളെയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് കാശ്മീരിൽ പോയി. കാശ്മീരിലെ പാവപ്പെട്ട കുടുംബങ്ങളും യതീമക്കളും AP ഉസ്താദിനെ സമീപിച്ചു. കാശ്മീർ മുഖ്യമന്ത്രി AP ഉസ്താദിന്റെ അടുക്ക് ഇങ്ങോട്ട് വന്നു. മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞു, അബുൽ ഐത്താം, അനാഥകളുടെ പിതാവേ, നിങ്ങൾ ഇവിടുത്തെ കുറെ അനാഥ മക്കളും വരീബീങ്ങളായ മക്കളും ഉണ്ട്, അവരെ നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ? നമ്മളെ മോനന്മാര് യത്തീങ്ങാനൊക്കെ ഒരു ഗ്രാൻഡ് തരുമോ എന്ന് വെച്ച് മുഖ്യമന്ത്രിന്റെ അടുത്ത് അങ്ങോട്ട്. മുഖ്യമന്ത്രി നിങ്ങൾ ഈ കുട്ടികളൊന്ന് ഏറ്റെടുക്കുമോ എന്ന് വെച്ച് AP ഉസ്താദിന്റെ അടുത്ത് ഇങ്ങോട്ട്. അപ്പൊ ചിലവർക്ക് ഉണ്ടാവും, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല, ഞാനത് വിശദീകരിക്കാൻ നിൽക്കണില്ല, അത് പറയാനല്ലല്ലോ ഇപ്പൊ നമ്മൾ യോഗം വെച്ചത്. അത് ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പോ AP ഉസ്താദ് പറഞ്ഞു 100 യത്തീം കുട്ടികളെ ഞാൻ എടുത്തോളാം. അപ്പൊ കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞു യത്തീമിനെ മാത്രം പോരാ, സ്ഫോടനം ഉണ്ടായ സമയത്ത് ബാപ്പാരെ കാണാനില്ല, മരിച്ചോ, ഓടിപ്പോയോ, പാകിസ്ഥാനിൽ പോയോ, പഞ്ചാബ് പോയോ അറിയില്ല ഈ കുട്ടികളെ വാപ്പാര്, എന്നാ 100 ഇന്ന് കൊടുക്കാം. ആദ്യ ബാച്ച് 200 എടുത്തു, വന്നപ്പോ 250 കുട്ടികൾ. എടുത്തത് 200, വന്നത് എത്ര? 250. അപ്പാണ് വിളിച്ച് ചോദിച്ചു നോക്കി മുഖ്യമന്ത്രിയോട്, അല്ല 200 പറഞ്ഞിട്ട് 250 കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ ഇഞ്ഞും പോരാണ്. ചെറിയ മക്കളല്ലേ, ഓർക്ക് ഒരാൾ വീണണ്ട മറ്റോൻ, ഇങ്ങനെയാണല്ലോ കുട്ടികളെ സ്ഥിതി. നമ്മൾ പണ്ട് ഇവിടുത്തെ നബിദിനത്തിന്റെ ജാഥ പോവുക. അപ്പൊ നബിദിന ജാഥ കുട്ടികൾ ഇങ്ങനെ ഒന്നായിട്ട് തൊരാൽ ബദറൊക്കെ ഇങ്ങനെ ചെല്ലി പോകുമ്പോൾ ബജിലുണ്ട് റോഡിന്റെ അക്കത്തൊരു വഹാബിയാളെ മദ്രസ. കുട്ടികളൊക്കെ കൈന്നിട്ട് ദീക്ക് വന്നത്, കുട്ടികൾക്ക് ഇപ്പൊ അത്രയേ ഉള്ളൂ. മൗലവി ഉണ്ട് ഇങ്ങനെ, കുട്ടികളൊക്കെ അതിലുണ്ട് യാ നബി ജലി. കുട്ടികളെ സ്ഥിതി അങ്ങനെയല്ലേ. കാശ്മീരിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് പോന്നിക്കണോന്ന് കേട്ടപ്പോ ഹരിയാനയിലെ കുട്ടികളൊന്നായിട്ട്. അപ്പൊ അവിടുന്ന് ഓരോന്ന് വിളിച്ചു ചോദിച്ചു, ഹരിയാനയിൽ നിന്ന് അവർ വിളിച്ചു ചോദിച്ചു മർക്കസ് ഓഫീസിലേക്ക്, ഹരിയാനയിൽ നിന്ന് കുറച്ച് കുട്ടികളാണ്ട് അയക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പൊ അയക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഓര് കേട്ടത് അയച്ചോളിന്ന്. അതങ്ങനെയാണല്ലോ, വിശപ്പുള്ള ചങ്ങായി ഇങ്ങനെ റോഡ് വക്കത്ത് കാത്തു വെക്കുമ്പോൾ ഓനോട് ആരോ ചോദിച്ചു 2 എത്തിരാന്ന് ചോദിച്ചു. 4 പത്തിരിയേക്കാരെന്ന് പറഞ്ഞു. അപ്പൊ ഓൻ വിശപ്പുള്ള ആളല്ലേ, ഓന് 10 ചാറ് നിന്നെ ഓർമ്മ ഉണ്ടാവും. എന്ന മാതിരി ഇവര് വേണ്ടാന്നാ കേട്ടതെങ്കിലും പോന്നോളിന്നാ ഒരു കേട്ടത്. ഹരിയാനയിലെ കുട്ടികൾ, ഈ കുട്ടികളെല്ലാം കൂടി നിറഞ്ഞിട്ട് ഇപ്പൊ മർക്കസിൽ 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 3000 ചുല്ലാനം കുട്ടികൾ സ്ഥാപനത്തിന്റെ വകയായിട്ട് പോറ്റുന്ന കുട്ടികളാണ്. ഒരു ദിവസത്തിന് 3 ലക്ഷം ഉറുപ്പ്യ വേണം. ഈ 3 ലക്ഷം ഉറുപ്പിക ഒരു മാസം തികമ്പോൾ 1 കോടിയോളം ഉറുപ്പ്യായി. ഈ പൈസ ഉണ്ടാക്കുന്ന തിരക്കിൽ ഷെയ്ഖുന AP ഉസ്താദ് അവിടെ ഓടി, ഇവിടെ ഓടി, അമേരിക്കയിൽ പോയി, ഗൾഫിൽ പോയി, അറബികളെടുത്ത് പോയി, സാധാരണക്കാരെടുത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ മൂപ്പർക്ക് വണ്ടി വേണ്ടി വരും, മൂപ്പർക്ക് കാറ് വേണ്ടി വരും.
അതിനിപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങൾ ഉസ്താദന്മാർക്ക് കാറില്ല, ഞങ്ങൾ ഉസ്താദന്മാർക്ക് മൊബൈലില്ല, ഇതെത്തിനാ ഞങ്ങൾക്ക് അതിന്. ഇവിടെ ഫറൂഖ് വാരം വരെ പോയി തരാൻ കാറുമാണ്. അല്ല, നമ്മൾ വെറുതെ വേറൊരു വെറുപ്പുകൊണ്ടൊന്നും പറയണതല്ല. പള്ളിക്കന്ന് ഇറങ്ങിയാൽ പേരിന്ന് ഇറങ്ങിയാൽ പള്ളിക്കൊക്കെ ഓൽക്കുന്നതിന് മൊബൈല് വെറുതെ കായൽവാക്കാൻ നിൽക്കണം. AP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മൊത്തം കാര്യത്തെ നോക്കിക്കൊണ്ടാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് എൻ്റെ അടുക്കൽ AP ഉസ്താദ് ഹജ്ജ് യാത്രക്ക് വേണ്ടി പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ നിന്ന് യമൻ വഴി അബുദാബി വഴിയാണ് ബഹുമാനപ്പെട്ടവർ ഹജ്ജിനെത്തിയത്. ആ യാത്രയിൽ ഡൽഹിയിൽ പോയപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റിനെ AP ഉസ്താദ് നേരിൽ കണ്ടു. ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ AP ഉസ്താദിന്റെ ആ നീളക്കുപ്പായം താടിയും തലയിക്കെട്ടും എമ്പാടുമാണ്. അതിനൊരാൾ എഴുത്തു ഒപ്പൊന്നും വേണ്ട. നേരെ പ്രസിഡന്റിന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു നിവേദനം കൊടുത്തു. ഇന്ത്യയുടെ വിവിധ കോടതികളിലായി നിശ്ചയിക്കപ്പെട്ട ചീഫ് ജസ്റ്റിസുമാരെ നിശ്ചയിച്ചപ്പോൾ എൻ്റെ സമുദായത്തിന്റെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ജഡ്ജിമാരിൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് പുതുതായി നിശ്ചയിക്കുന്ന ജഡ്ജിമാരുടെ എടുക്കുമ്പോൾ എൻ്റെ സമുദായത്തെ പരിഗണിക്കണം എന്ന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിവേദനം കൊടുത്തു. ഇപ്പോ ജഡ്ജിമാരെ 3 ഞാൻ നിങ്ങളത് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അർഹമുറാഹിമായ റബ്ബ് നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. നല്ലതിന് പിന്തുണക്കാൻ, നല്ലതിനെ സഹായിക്കാൻ, നല്ലതിൻ്റെ ഒപ്പം നിൽക്കാൻ, അതാണ് നമ്മുടെയൊക്കെ ആവശ്യം. അതിനിങ്ങനെ അസൂയപ്പെട്ടുകൊണ്ട് അത് ഇത് ഒന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അതിന് നമ്മൾ അസൂയ വെച്ചുകൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നല്ലതിനെ പിന്തുണക്കാം. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ചെറുപ്പക്കാരെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭൂകാലത്തുമേൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ചെറുപ്പക്കാരോട് വന്ന്, മക്കളെ, ഏറ്റവും താഴ്ന്ന ജോലി ഗൾഫ് രാജ്യത്ത് ചെയ്യുന്നത് ആരാന്നറിയോ? കേരളത്തിലെ മലയാളിയും ബംഗാളിയാണ്. മലയാളി ബംഗാളി ഞാൻ മലയാളിന്നും കൂടിയേ കൂട്ടണ്ടേ ഉള്ളൂ. അല്ല കാക്കട്ടെ. അങ്ങനെയായി വരികയാണ് രാജ്യത്തിന്റെ കോലം. എന്തേ ഈ താഴ്ന്ന ജോലി നമ്മൾ ചെയ്യേണ്ടി വരുന്നത്? കൊടി നന്നാകായിട്ടല്ല, പിടിച്ച പാർട്ടി നിൽക്കുന്നത് നന്നാകായിട്ടല്ല, പിന്നെന്തേ? വിവരമില്ലായിട്ടാണ്. വിവരമില്ല. നമ്മളവിടുന്ന് കുഞ്ഞാൽ വ്യാക്കാണ്ട് ഗൾഫിൽ പോകാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ എടുത്ത് ഒരുങ്ങിക്കാൻ നിൽക്കണം. എന്തത്തെ കാക്ക നിങ്ങൾ അവിടെ പോയിട്ട് പണിയെടുക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ ഉസ്താദെ എണ്ണപ്പാടത്ത് വരമ്പിട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ പുഞ്ചപ്പാടെന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് എണ്ണപ്പാടെന്നാ മൂപ്പര് കണക്കാക്കിക്കണം. അത്രയല്ലേ അറിവുള്ളൂ. ഞാൻ എന്നാ കുഞ്ഞാൽ വ്യാക്ക അങ്ങനെയാണ് പോട്ടെ. ഞാൻ ഈ ചെറുപ്പക്കാരോട് പറയും, നിങ്ങളൊക്കെ ഉംറ വിസക്ക് പോയി വന്നവരല്ലേ പലരും, അല്ലാത്ത വിസക്ക് ഇപ്പോൾ പോയി കൊണ്ടിരിക്കണവരല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, താഴ്ന്ന ജോലിയിൽ ചെറിയ ശമ്പളത്തിന് നമ്മളോ നിന്നു, നമ്മളെ മക്കളും മക്കളും അവരെങ്കിലും ഒരു ഉന്നത ജോലിയിൽ ഒരു ബയോഡാറ്റ കൊടുത്തിട്ട് എനിക്ക് ഇന്ന യോഗ്യതയുണ്ട്, ആ യോഗ്യത വെച്ചുകൊണ്ട് ഇന്ന ശമ്പളം തരാൻ പറ്റുമോ എന്ന് ഒരു കമ്പനിയോട്, ഒരു ഫാക്ടറിയോട്, ഒരു തസ്തികയോട് ചോദിക്കാൻ പറ്റുന്ന അറിവ് നമ്മളെ മക്കൾക്ക് കൊടുക്കണ്ടേ? അത് കൊടുക്കുകയാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ. അതിന് ആളെ തയ്യാറാക്കാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, അതിന് ആത്മീയ വിദ്യാഭ്യാസം വേണം, മതവിദ്യാഭ്യാസം വേണം, അതോടൊപ്പം മത ആത്മീയ ശിക്ഷണം, അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം. അതിന് മർക്കസിന്റെ കീഴിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്നൊരു ബോർഡ് തന്നെ തയ്യാറാക്കി. LKG മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് 7 ഭാഷകളിൽ പുസ്തകം തയ്യാറാക്കി. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ എ ആപ്പിൾ, ബി ബാറ്റ്, സി കാറ്റ് ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ആ പാഠ്യപദ്ധതിക്കാണ് മാറ്റം. എ അല്ലാ, ബി ബിസ്മില്ലാ, എ വേൾഡ് ഭാഷയായ ഇംഗ്ലീഷിന്റെ അക്ഷരമാലയാണ് പഠിപ്പിക്കുന്നത് എ. പക്ഷെ അതിന്റെ ഉദാഹരണം കൊടുക്കുന്ന വേർഡ് എ അല്ലാ, ബി ബിസ്മില്ലാ. ഇത് പഠിപ്പിക്കുന്ന ഒരു സമൂല വിദ്യാഭ്യാസ മാറ്റമാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഇത് ആവശ്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എയർപോർട്ടിലേക്ക് ആളെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മലയാളികൾ ഇവിടുന്ന് അങ്ങോട്ടാണ് 12 തസ്തികയിലേക്ക് ആളെടുക്കുന്നുണ്ട്. ഒന്നാമത്തത് നമുക്ക് കിട്ടൂല, 2 നമുക്ക് കിട്ടില്ല. കാരണം അതതിൻ്റെ എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങും അങ്ങനെയുള്ള തുടങ്ങിയിട്ട് എങ്ങനെയാണ് 11ഉം 12ഉം എന്താണെന്ന് നിങ്ങൾ അത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതിന് നമ്മളെ കുട്ടികൾ ഒരുങ്ങി തുടങ്ങി. ഞാൻ എന്താ 11 ട്രോളി ഉന്തലാണ് എയർപോർട്ടിൽ, 12 ക്ലീനിങ് സെക്ഷൻ. നമ്മളെ ചെറുപ്പക്കാർ ഇതുകൊണ്ട് തിരുപ്പതി പണ്ടി വരികയാണ്. പണ്ട് എൻ്റെ ഒപ്പം നന്ദി കോളേജിൽ ഞാൻ ശംസുൽ ഉലമൻ്റെ അടുത്ത് ഓതുന്ന കാലത്ത്, ഈ കൗസ്ഥാൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ട് ഒരു ചങ്ങാതി.
നിസ്കരിച്ചു വരുമ്പോൾ ഞങ്ങളാരും അവനെ കാണാനില്ല. അപ്പൊ ചോദിച്ചു എവിടുന്ന് നിസ്കരിച്ചു ചോദിച്ചവരോട്. ഞാൻ ഉസ്താദെ ഞാൻ ഒന്നാമത്തെ സൊഫ തന്നെ ഉണ്ടേനിയാ. ഒന്നാമത്തെ സൊഫ ഇരുന്നിട്ട് ഞങ്ങളാരും കണ്ടില്ല. അപ്പൊ ഓൻ ചോദിച്ചു നിങ്ങളെ എവിടുന്ന് സൊഫ ഉണ്ടേന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഹൗദും കരിയെന്നാണ്. അപ്പോഴാണ് ഞാൻ ഒന്നാമത്തെ അങ്ങനെയാ ഒന്നാമത്തെ എന്ന മാതിരി 12 തസ്തികയിലേക്ക് ആളെടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളെ മലയാളികളായ സാധുക്കളെ കുട്ടികൾ ഈ 12 ഇവിടുന്ന് അങ്ങോട്ടാ ഒന്ന് തന്നെയാണ് 12 ഒന്നാക്കി കൂട്ടുന്നത്. കാരണം അത് ട്രോളി ഒന്നലാണ്. അത് തിരക്കേടില്ല, നമുക്ക് പറ്റും. ഈ അവസ്ഥയിൽ നമ്മൾ എന്നും നിൽക്കണോ? നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിക്കൂടെ? നമുക്ക് അതുപോലെ തസ്തികയിലേക്ക് ഉയർന്നുകൂടെ? ഇവിടെയാണ് ഞങ്ങൾ ചെറുപ്പക്കാരോട് സഹോദരന്മാരോട് ചോദിക്കുന്നത്. അത് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ LDF ഉം UDF ഉം ചർച്ചയാക്കല്ലേ? LDF ഉം UDF ഉം നിങ്ങൾ ഇതിക്ക് ചർച്ചയാക്കല്ലേ? ഞങ്ങൾ പറയുന്നത് മുസ്ലിം കുടുംബത്തിൽ പിറന്ന മക്കൾ വിദ്യാഭ്യാസം വകുപ്പ് ഒന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് കാര്യമല്ല. പണ്ട് ഇയാൾ പാസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ കൊടുത്തു, നോക്കുമ്പോൾ ഒരു ഫോട്ടല്ല. പിറ്റേന്ന് രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഓരോന്നും വിളിച്ചു, ഹലോ നിങ്ങൾ ഈ അപേക്ഷയിൽ ഫോട്ടം വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് രാവിലെ ഫോട്ടോ ആയിട്ട് വരണമെന്ന്. ഫോട്ടത്തിനൊന്നും ആവില്ല, ഞാൻ തന്നെയാണ് വരാറ്. വകുപ്പ് ഒന്നായിട്ട് നമ്മളെടുത്തുണ്ടായിട്ട് എന്താ കാര്യം? ഇതിൽ വെക്കണ്ടേ, ഫോട്ടം തന്നെ വെക്കണ്ടേ? വിദ്യാഭ്യാസത്തിന്റെ വകുപ്പൊക്കെ നമ്മളെടുത്താണെന്നിട്ട് വിവരം വേണ്ടേ നമുക്ക്? അതുകൊണ്ട് വിവരം ഉണ്ടാകണം. വിവരം എങ്ങനെയാവണം? കാദ്യാനിക്ക് പോകാനുള്ള വിവരം വേണ്ട, കച്ചറയ്ക്ക് പോകാനുള്ള വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട വിവരം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് നമ്മളൊരു മുൻധാരണ മനസ്സിൽ വെച്ചിട്ട് അതുകൊണ്ട് കണക്കൂട്ടലല്ല, നിങ്ങൾ അടുത്തറിയുക, പറയുന്ന വിഷയങ്ങളുടെ യാഥാർത്ഥ്യത്തെ ചിന്തിക്കുക. മക്കളെ, ചെറുപ്പക്കാരെ, നമുക്കോ ഗൾഫിൽ പോയിട്ട് നല്ല ജോലി കിട്ടണില്ല, അറിവില്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാമിന്റെ കേന്ദ്രമായ കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പട്ടണമായ ജിദ്ദയിൽ ഉന്നതാധികാരത്തിലിരിക്കുന്നവർ ക്രിസ്ത്യാനിയാണ്, ഉന്നതാധികാരത്തിലിരിക്കുന്നത് മറ്റ് സമുദായക്കാരനാണ്, ഉന്നതാധികാരത്തിലിരിക്കുന്നത് മറ്റുള്ളവരാണ്. എന്തേ മുസ്ലിംകളായ കേരളത്തിൽ നിന്ന് പോയവർക്ക് സാധിക്കാത്തത്? എന്തേ 2 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് ലീവ് കിട്ടുള്ളൂ? അല്ല, ഇയർലി ടിക്കറ്റ്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഫാമിലി ടിക്കറ്റ്, ഫ്ലാറ്റ്, യാത്ര ചെയ്യാൻ കാറ്, സൗകര്യങ്ങൾ എല്ലാം. ഇന്ത്യയുടെ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട്, തസ്തിക ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ഇന്റർവ്യൂവിന് പോകാൻ നമ്മളെ കയ്യിൽ വിവരമില്ല. നമുക്കോ ഈ ഗതികേടാണ്. നമ്മുടെ മക്കൾ അവർ അറബി പഠിക്കട്ടെ, അവർ ഇംഗ്ലീഷ് പഠിക്കട്ടെ, അവർ കമ്പ്യൂട്ടർ പഠിക്കട്ടെ. അതിന് കുട്ടികളെ പാകപ്പെടുത്താൻ ഐ ആം ഗോയിങ് ടു ദി പരമ്പത്തിൽ കൂടെ എന്താ കാൽ തെറ്റി പോകുന്ന പാടത്തിലേക്ക് എന്ന് പറഞ്ഞ, അതുകൊണ്ട് യാതൊരു കാര്യമല്ല അവിടെ പോയിട്ട്. ഇത് മംഗ്ലീഷാണ്. അതല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് അറബി പറയാൻ, ഇംഗ്ലീഷ് പറയാൻ, അതോടൊപ്പം ദീനി ബോധമുണ്ടാകാൻ. എന്തെങ്കിലും 2 അക്ഷരം ഇംഗ്ലീഷ് കിട്ടുമ്പോഴേക്ക് സുന്നത്തിയമായത്ത് വേണ്ടാന്ന് പറയാനല്ല, ദീൻ അറിഞ്ഞിട്ട് കുട്ടികൾ പഠിക്കണം. അതിന് ആയിരക്കണക്കിന് കുട്ടികൾ, ആ കുട്ടികളെ തയ്യാറാക്കുന്ന ജോലി. അപ്പൊ സമൂഹം എന്നും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, OBC, ഈ പിന്നോക്ക വിഭാഗം എന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് മുന്നോക്ക വിഭാഗമാകാൻ അതിനുള്ള കൂട്ടായ്മ, അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം. അതിന് നിങ്ങൾ, ഈ നാട്ടുകാർക്ക് സന്മനസ്സുണ്ടോ? നിങ്ങൾക്കും വരാം, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട്, ഉമ്മമാരൊക്കെ കുറേ പേരുണ്ടാകും, അവരോടൊക്കെ ഓർമ്മപ്പെടുന്നത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രായമുള്ള പിതാക്കളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ നാട്ടിൽ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന വഹാബിയും മൗദൂദിയും തുടങ്ങിയ ജമാഅത്തും മുജാഹിദും തുടങ്ങിയ പാർട്ടിക്കാർ പറയണത് എന്താണെന്നറിയോ? മരിച്ചു കിടന്നാൽ യാസീൻ ഓതാൻ പാടില്ല എന്നാണ്, മരിച്ചാൽ കത്തം തീർക്കാൻ പാടില്ല എന്നാണ്. പടച്ചോനെ, ഒരു ഉമ്മാക്ക് ആകെ ഒരു കുട്ടി, വഹാബിക്ക് ചേർന്നിട്ട് ഉമ്മാനോട് വന്ന് പറയാം, അമ്മ നിങ്ങൾക്ക് യാസീൻ ആണെങ്കിൽ നിങ്ങൾ ഓതിക്കോളിയും, ഞാൻ ഓതൂല. നിങ്ങൾക്ക് കത്തമാണെങ്കിൽ നിങ്ങൾ തീർത്തോളിയും, ഞാൻ ഓതൂല. എത്ര ഉണ്ട് അമ്മാക്ക് വേദന? എന്തേ മനെ, ഉമ്മാക്ക് ആകെ ഒരു കുട്ടി, ഇജ്ജല്ലേ ഉള്ളൂ, ഇജ്ജെന്താ ഇങ്ങനെ പറയണേ? അത് മൗലവി പറഞ്ഞിക്കണേ, ഖുർആൻ ഓതി അങ്ങക്ക് കിട്ടൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഒന്നും അങ്ങനത്തെ പാർട്ടിക്കാരില്ലായിട്ടാ. ഇനിയുണ്ടോ അല്ലേ നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒരു ചെറിയ അടയാളം ഞാൻ പറഞ്ഞ, ഖുർആനോ നമ്മൾ മരിച്ചോടത്ത് ഇങ്ങനെ കൂടുമ്പോ, മരണ വീട്ടിൽ നമ്മളെല്ലാരും കൂടിയാൽ എങ്ങനെയാണ്? സുബ്ഹാന ജല്ല ജലാലു, വാപ്പ മരിക്കാൻ കിടക്ക, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അവസ്ഥയാണ്. ഈ സമയത്ത് വാപ്പയുടെ അടുത്ത് നിന്നുകൊണ്ട് ഇഖ്റഊ മൗതാക്കും സൂറത്ത് യാസീൻ,
കൊച്ചുനാളിൽ നിന്നെ ഓമനിച്ച, നിന്നെ പോറ്റി വളർത്തിയ അല്ലാ പെരുന്നാൾ ദിവസം പുതിയ പുടവ വാങ്ങിയിട്ട്, പുതിയ വസ്ത്രം വാങ്ങിയിട്ട് അത് ഞമ്മക്ക് ധരിപ്പിച്ചിട്ട് ഉപ്പ നമ്മളെ എടുത്തിട്ട് കവിളത്ത് ഉമ്മ വെച്ചുകൊണ്ട് പെരുന്നാൾ പള്ളിക്ക് കൊണ്ടുപോയ ആ വാപ്പയാണ് സക്കറാത്തിന്റെ കണ്ണീരിൽ കിടക്കുന്നത്. ഓ ഉമ്മമാർ, സഹോദരന്മാരെ, എന്താണ് ഈ ഉപ്പാക്ക് നമുക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റിയ സഹായം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇഖ്റഊ മൗതാക്കും സൂറത്ത് യാസീൻ. ഈ മരണമാസന്നമായി നിൽക്കുന്ന ആള്, അദ്ദേഹം സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അയാളടുത്ത് നിങ്ങൾ യാസീൻ ഓദിക്കോ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ യാസീൻ ഓതുമ്പോ എന്താണ്? ഭൂമിയിൽ വെച്ച് അള്ളാഹു കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വെച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശബ്ദം അത് ഖുർആനാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നത് ഖുർആനാണ്. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു, ഖുർആൻ ഓതുമ്പോൾ മലക്കുകൾ, ഖുർആൻ ഓതുമ്പോൾ അമ്പിയാക്കൾ, അവരൊക്കെ സുബ്ഹാനല്ലാഹ് സന്തോഷിക്കുകയാണ്. അതാണ് ഖുർആൻ ഓതുമ്പോൾ വാപ്പ മരിക്കാൻ കിടക്ക, അപ്പൊ നമ്മൾ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താൻ അവിടുന്ന് മാറി നിന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ വന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മലക്കുകൾ പിന്നെയും വന്നു. റഹ്മാനിർ റഹീം, മലക്കുകൾ, മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുക, ഉസ്താദന്മാരും മറ്റും നിറഞ്ഞു നിൽക്കുക. ഓ പ്രിയപ്പെട്ടവരെ, വാപ്പ മരിക്കാൻ കിടക്കുമ്പോ നമ്മൾ യാസീൻ ഇങ്ങനെ ഓതുക. വാപ്പാന്റെ മനസ്സിലും യാസീനുണ്ട്. നമ്മളെ യാസീന്റെ ഒപ്പം വാപ്പാന്റെ കൽബ് ഇങ്ങനെ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ, റൂഹിനെ പിടിക്കാൻ അസ്റായീലിന്റെ വരവ്. അസ്റായീൽ ഇങ്ങനെ പുറപ്പെട്ടു നോക്കുമ്പോൾ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു, മുഅ്മിനീങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, ഖുർആൻ ഓത്ത് ഇങ്ങനെ കേൾക്കുന്നു. അല്ലാഹ് സന്തോഷിക്കുന്നു, റസൂലുള്ളാഹി സന്തോഷിക്കുന്നു. അവിടേക്ക് വരട്ടെ മലക്കുൽ മൗത്ത് അസ്റായീൽ. റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്റായീൽ വന്നപ്പോ യാസീനോട് കൂടെ ആ റൂഹ് ഇങ്ങനെ പിരിഞ്ഞു വരുമ്പോൾ യാസീനിൽ പൊതിഞ്ഞിട്ട്, ഖുൽ ഹുവല്ലാഹുവിൽ പൊതിഞ്ഞിട്ട്, ഫാത്തിഹ സൂറത്തിൽ പൊതിഞ്ഞിട്ട് വാപ്പാന്റെ റൂഹം കൊണ്ട് മലക്കുകൾ പോകണ്ടയോ? അതല്ലയോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വാപ്പ ഇറങ്ങിപ്പോകേണ്ട രംഗം? വാപ്പയുടെ റൂഹ് ഖുർആനിൽ പൊതിഞ്ഞു കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാരെ, പുതിയ പാർട്ടിയിലേക്ക് നമ്മുടെ മക്കൾ പോയാൽ, വഹാബി മൗദൂദി എത്തിയാൽ ഈ യാസീൻ ഓത്ത് പറ്റൂല. സുബ്ഹാനല്ലാഹ്, വാപ്പ മരിക്കാൻ കിടക്ക, യാസീൻ ഓതാൻ അൽ ഫാത്തിഹ. അപ്പോഴാണ് മകളെ ഭർത്താവിന് കയറി വരുന്നത്, ഓൻ പുതിയ പാർട്ടിക്കാരൻ, ഇവിടെ ഓതാൻ പറ്റൂല, ഇവിടെ ഓതാൻ പറ്റൂല, ഓതും ഓതൂല. അഴുത് കേട്ടിട്ട് പോയ ഇബ്ലീസ് ഉണ്ടല്ലോ, വാപ്പാന്റെ ചങ്കുക്കും കേട്ടാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ പാർട്ടിക്കാർ വരുന്നതിനെ കാക്കണം എന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ പാർട്ടിക്കാരങ്ങൾക്ക് അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് പോകുന്ന സൂറല്ല പറഞ്ഞത്. ഞാൻ നാളെ ഒരു മരിച്ച വീട്ടിൽ കൂടി 12,000 ആൾക്കാരുണ്ടാകും അവിടെ. ഒരു വയസ്സായ മനുഷ്യണ്ട് മയ്യത്ത് കുളിപ്പിക്കാണ്. അപ്പം ഇനി കുളിപ്പിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തുനിന്ന് കുളിപ്പിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചെറിയൊരു വീടാണ്, എൻ്റെ പുള്ളിയുള്ളൊരു വാതിൽ. ആ വാതിലിങ്ങനെ തുറന്നങ്ങാണ്ട് ആ വയസ്സങ്ങനെ പുറത്തേക്ക് വെക്കാണ്ട് വന്ന് കുളിപ്പിച്ച് കഴിഞ്ഞിരിക്കണ. അപ്പൊ അതിലേറെ വയസ്സായ ഒരാളുണ്ട് കസാരിയെ കുത്തിരിക്കണം. അയാൾ അൽ ഫാത്തിഹ എന്ന് മൂപ്പര് പറഞ്ഞതോടുകൂടെ അവിടെ ഇവിടെയും നിൽക്കണവരൊക്കെ ഇങ്ങോട്ട് അടുത്തുകൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ ഒരു 5-8 സ്റ്റൂളും വന്ന് ഇബ്ലീസ് ഇങ്ങനെ പോണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതിയതോട് കൂടെ ഒരു 5-8 നീച്ചു പോയി. ഓരാ പോണതോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മോമിനിങ്ങളും മലക്കുകളും ഒക്കെ അവിടെ നിറഞ്ഞും ചെയ്തു. നിങ്ങൾ കണ്ടിക്കണേ, ഇവിടെ അജാതി ഇല്ലല്ലേ? എന്നാ പോട്ടെ, അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഓതിനോടത്ത് നിൽക്കാൻ പറ്റാത്തവര് നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകാൻ പറ്റുമോ? അതാണ് ഞങ്ങൾ പറയണത്. ഇത് നമ്മൾ പറയുമ്പോൾ പണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആസിയ ബീവിന്റെ കഥ മാത്രം പറഞ്ഞതുകൊണ്ടേ, ആസിയ ബീവിയും ഫിറൗനും തമ്മിലുള്ള കുഴപ്പം മാത്രം പറഞ്ഞതുകൊണ്ടേ അത് പറയുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നാൽ മതി, ഞമ്മക്കൊന്നും ചച്ചാലല്ലോ. അതൊക്കെ ആസിയ ബീവി അനുഭവിച്ചു പോയില്ലേ. കഥ മാത്രം കേട്ടാ പോരാ. ഖുർആൻ 1000 ചില്ലാനം ആയത്തുകളിൽ കഥ പറഞ്ഞത്, ചരിത്രം പഠിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ സഹോദരിയും ഇന്നത്തെ സഹോദരനും ഈമാനുണ്ടാകാനാണ്. ശത്രുക്കൾക്കെതിരെ പടപൊരുതാനാണ്. പടപൊരുതുക എന്ന് പറയുമ്പോൾ അതിന് വാളെടുക്കുക എന്നല്ല, തീവ്രവാദത്തിന് പോകാന്നല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചൊറുക്കുള്ള യുവാക്കളെ, ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന് ഈ രൂപത്തിലുള്ള ഈമാനിക നഷ്ടം എന്താ? മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം
മരണപ്പെട്ട ആൾ യാസീന് കൊണ്ട് കാവൽ നിൽക്ക, റൂഹ് കൊണ്ടായി. വാപ്പ മരണപ്പെട്ട് കിടക്ക, ഉടനെ ഓതാൻ തുടങ്ങി സുബ്ഹാൻ. നമ്മളെ പള്ളിയിൽ 30 മുത്തഅല്ലിമീങ്ങൾ, ഉദാഹരണം ഖുർആന്റെ 30 ജുസും ഓരോരോ മുത്തഅല്ലിമും ഓരോരോ ജുസ്. ഈ വാപ്പാക്ക് കുടുംബങ്ങളായിട്ട് 30 പെണ്ണുങ്ങൾ ഔത്ത്, 30 പെണ്ണുങ്ങൾ, ഒരാൾ ഒന്നാമത്തെ ജുസ്, രണ്ടാമത്തെ ജുസ്, 30 ജുസ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മയ്യത്തെടുക്കുമ്പോത്തിന് എത്ര കത്തോതിയിരുന്നു വാപ്പാന്റെ അടുത്തിരുന്നിട്ട്. ഈ വിഭാഗക്കാര് നമ്മളെ നാട്ടിൽ കൂടെ ഉണ്ടായാൽ ഒറ്റ കത്തും വാപ്പാക്ക് ഓതാനയക്കൂല, ഖുർആൻ ഖത്തം തീർക്കാനയക്കൂല. നമ്മള് പറഞ്ഞത് എന്താ? വാപ്പാന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ വാപ്പയുടെ റൂഹ് യാസീനിൽ പൊതിഞ്ഞ് കൊണ്ടുപോയ മാതിരി വാപ്പാന്റെ ജനാസ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ ഖുർആനിൽ പൊതിഞ്ഞു കൊണ്ടുപോകണം, ഖുർആനിൽ പൊതിഞ്ഞു കൊണ്ടുപോകണം. ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ നാട്ടിലെ പതിവെന്താ? വയസ്സായ ഒരാളുണ്ട്, മയ്യത്തിന് മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുന്ന ആള്, അയാള് മരിച്ചാൽ ചെല്ലാനും കൂടി ആളില്ലാതെ ആയി. അയാൾ മരിച്ചാണെങ്കിലും ഇയാൾ എല്ലാവർക്കും ചൊല്ലിക്കൊടുത്തതിന് ആളാണ്, ഞാനൊന്ന് ചെല്ലട്ടെ എന്ന് വിചാരിച്ചാൽ ആളുണ്ടോ? പോയി കാലം എവിടേക്ക് പോകണ്ടെന്ന് അറിയങ്ങള്. ചില രാജ്യങ്ങളിലൊക്കെ മരിച്ചാൽ മയ്യത്ത് കട്ടില് തോളിൽ വെച്ച് കൊണ്ടുപോകാൻ 6 കൂലിപ്പണിക്കാരെ നിശ്ചയിക്കാണ്. അവിടേക്കാ കാര്യം പോണത്. ഇവിടെയാണ് വാപ്പാരെ ഉമ്മാരെ നമ്മളെ ചെറുപ്പക്കാർ കുട്ടികൾക്ക് ദീൻ കൊടുക്കണം, അവരെ ഉപദേശിക്കണം. അവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, കൂക്കി വിളിച്ചിട്ട് ഫലമില്ല, അവർക്ക് രാഷ്ട്രീയം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു സ്വന്തം പഠിച്ചോളും. അവരെ ദീനിയായ രൂപത്തിൽ കൊണ്ടുവന്നവർക്ക് അറിവ് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, കമ്പ്യൂട്ടർ പഠിപ്പിക്കുക, അങ്ങനെ അവരെ യോഗ്യരാക്കുക. നാളത്തെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളായി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കുക. അതിന് ചെറുപ്പക്കാർക്ക് നിരന്തരം ക്ലാസ്സുകളും ബന്ധങ്ങളും കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിയെടുക്കുക. അതാണ് കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തോട് പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു കുടുംബത്തിൽ പിറന്ന പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരന്മാരെ, ഇതുപോലൊരു ചെറിയ പ്രദേശത്ത് താമസിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, അള്ളാഹു ആകുന്ന ഉടമസ്ഥൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ പിന്നെ ഗോത്രങ്ങളും വർഗങ്ങളും കുടുംബങ്ങളുമാക്കി അള്ളാഹു തആല വേർതിരിച്ചത് നിങ്ങൾക്കൊരു അഡ്രസ്സിനാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെടാനാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾക്ക് എന്തെല്ലാം ഉന്നതിയും എന്തെല്ലാം നിങ്ങൾക്കുണ്ടായാലും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ മഹത്വം വാരിക്കൂട്ടാൻ സാധിക്കുന്നത് അത് അത്ഖാകും, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്കാണ്. അതുകൊണ്ട് ഓ മുഅ്മിനുകളെ, ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, വീട്ടിൽ രാവിലെ പള്ളിയിൽ നിന്ന് സുബഹി വാങ്ക് വിളിക്കുന്നതിൻ്റെ 15 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമോ? ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് വാങ്ക് വിളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കാൻ പറ്റുമോ? അതാണ് നോക്കേണ്ടത്. രാവിലെ സുബഹിയോട് അടുത്ത സമയത്താണ് റസൂലുള്ളാഹിന്റെ ജനനം. ഞാൻ ജനിച്ച സമയത്ത് എഴുന്നേൽക്കുക, വുളൂ ചെയ്യുക, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ എഴുന്നേറ്റുകൊണ്ട് വുളൂവോട് കൂടെ ഈ പള്ളിയിലേക്ക് വരിക. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് കാത്തു നിൽക്കുക. ഓ പ്രിയപ്പെട്ട പുരുഷന്മാരെ, വീട്ടിൽ നിന്ന് വുളൂവോടുകൂടെ പള്ളിയിലേക്ക് നടക്കുമ്പോൾ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ഹുവല്ലാഹു ഓതിക്കൊണ്ട് പോരുക. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിൽ വെച്ച് വന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് ഖുനൂത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സലാത്ത് ചൊല്ലിക്കൊണ്ട് പോവുക. നിങ്ങൾ റബ്ബർ ടാപ്പിങ്ങിന് പോയാലും, നിങ്ങൾ ഡ്രൈവർ പണിക്ക് പോയാലും, കച്ചവടം തുടങ്ങാൻ പോയാലും, ഏത് കൃഷിക്ക് പോയാലും അള്ളാഹു നിങ്ങൾക്കൊരു ബർക്കത്ത് തരും കേട്ടോ. സഹോദരി, വീട്ടിൽ നിന്ന് എഴുന്നേറ്റോ, കുളിച്ച് ശുദ്ധി വരുത്തിക്കോ, വീട്ടിലിരുന്നു കൊണ്ട് സുന്നത്തും വീട്ടിലിരുന്നു കൊണ്ട് സുബഹിയും നിസ്കരിച്ചോ. പുരുഷന് സ്വർഗം കിട്ടണോ, പള്ളിയിൽ വന്ന് നിസ്കരിക്കണം പൂർണ്ണമായ പ്രതിഫലത്തിന്. സ്ത്രീക്ക് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. ഓ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മൾ കാണിച്ചു കൊടുത്തെങ്കിലേ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അത് കണ്ടുപഠിക്കാൻ ഉണ്ടാവുകയുള്ളൂ.
ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്നു. രാത്രി 9-9:30 ഉറങ്ങാൻ തുടങ്ങിയതാണ്. രാവിലെ 7 മണിയായിട്ടും എഴുന്നേറ്റിട്ടില്ല. ഇതാണ് 3 വയസ്സായ കുട്ടി കാണുന്നതെങ്കിൽ, ഇതാണ് 3.5 വയസ്സായ മക്കൾ കാണുന്നതെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, നഷ്ടക്കച്ചവടത്തിന് നിൽക്കല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ തഖ്വയുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ എല്ലാ പ്രതിഫലവും വാരിക്കൂട്ടാൻ സാധിക്കുന്നത്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സത്യവിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഖളാ ആക്കിയിട്ടുള്ള ജീവിതം ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ മുസ്ലിം യുവാക്കളോട്, യുവതികളോട്, മക്കളെ നിസ്കരിക്കണം. എന്ത് തന്നെയായാലും, ഏത് തിരക്കായാലും, ഏത് പട്ടിണിയായാലും, എന്ത് രോഗമായാലും, മുസ്ലിമാണോ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല കേട്ടോ. മുഹറം 10-ന്റെ രാവാണിന്ന്. നാളെ മുഹറം 10 നോമ്പെടുക്കൽ പ്രത്യേക സുന്നത്താണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഇന്ന് 9-ന്റെ നോമ്പ്, നാളെ 10-ന്റെ നോമ്പ്, മറ്റന്നാൾ 11-ന്റെ നോമ്പ്. അതിലേറ്റവും ശ്രേഷ്ഠമാണ് 10. നാളെ ആ ദിവസമാണ് മക്കളെ. ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഇന്ന് അത്താഴം കഴിച്ചിട്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാളത്തെ നോമ്പെടുത്തോ. പടച്ച റബ്ബിനോട് പറയൂ സഹോദരങ്ങളെ. ഫിർഔനെ മുക്കിക്കൊല്ലുകയും മൂസാ നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തത് മുഹറം 10-നാണെന്ന് കിതാബുകളിൽ കാണുന്നു. ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും ചേർന്നുകൊണ്ട് നമുക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഒരു കൂട്ട പ്രാർത്ഥന പടച്ച റബ്ബിനോട് പറയാ. റബ്ബേ, ഞങ്ങളെപ്പോലെ ചോരയും നീരുമുള്ള, ഞങ്ങളെപ്പോലെ മാംസവും മജ്ജയുമുള്ള, ഞങ്ങളെപ്പോലെ ഈമാനിന്റെ ശക്തിയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട യഹ്വാനീങ്ങളായ ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും അതാ ഫലസ്തീനിന്റെ മണ്ണിൽ ജൂത തമ്മാടികളുടെ വിളയാട്ടത്തിൽ അതാ മുസ്ലിമീങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. മരിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ അവിടെ നടക്കുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ഒരാൾ മരിച്ചു വീണു. ആ മരിച്ച മയ്യത്ത് എടുക്കാനോ, കുളിപ്പിക്കാനോ, കഫൻ ചെയ്യാനോ, നിസ്കരിക്കാനോ, മറവ് ചെയ്യാനോ ആ നാട്ടിൽ ആളില്ല കേട്ടോ. ആർക്കും ധൈര്യമില്ല. മയ്യത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴേക്ക് ബുൾഡോസർ വണ്ടികൾ, തീ തുപ്പുന്ന വെടിയുണ്ടകൾ, അവരെയും മയ്യത്താക്കുന്ന രംഗം. മുസ്ലിമീങ്ങളെ ഞെരിഞ്ഞവൻ മുസ്ലിമീങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഞങ്ങൾക്ക് പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടാകും. പടച്ചവനെ പുറത്തു തരലല്ലാതെ ഞങ്ങളെ സഹോദരിമാരെ ജൂതായുസത്തിന്, ഞങ്ങളെ സഹോദരിമാരെ ഈ വാളിനിരയാക്കല്ലേ. ഞങ്ങളെ സഹോദരിമാരെ, ഞങ്ങളെ മുസ്ലിം രക്തത്തെ നീ ഇങ്ങനെ വിലയില്ലാതാക്കല്ല റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് കരയാൻ ഇന്നത്തെ രാത്രി, നാളത്തെ നോമ്പ് ഉപയോഗപ്പെടുത്തണം മുഅ്മിനുകളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ. ഗൗരവമുള്ള കാര്യത്തിലാണ് നമ്മളുള്ളത്. ഓ ചെറുപ്പക്കാരാ, നിസ്കാരം വിടല്ല മോനെ. ഓ സഹോദരി, നിസ്കാരം വിടല്ല മോളെ. ശുദ്ധിയും ബുദ്ധിയുമുള്ള സമയത്ത് ഒരു സത്യവിശ്വാസിക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല കേട്ടോ. ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക നിസ്കാരമുണ്ടോ എന്നാൽ തന്നെ ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ നിർത്തുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ സമയം അടുത്തു. ബീവി ആയിഷയുടെ മടിത്തട്ടിലേക്ക് തലവെച്ച് റസൂലുള്ള കടക്കുന്നു. അസ്റായീൽ അലൈഹിസ്സലാം അടുത്തെത്തി. റസൂലുള്ള ചോദിച്ചു, അസ്റായീൽ നിങ്ങൾ എന്താണാവോ ഇവിടെ കാണുന്നത്? ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അള്ളാഹു എന്നെ അയച്ചതാണ്. നിങ്ങളെ സമയം ഭൂമിയിൽ കഴിയാൻ പോകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റൂഹ് ഞാൻ പിടിച്ചോട്ടെ. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, അയിന ഖലീലി, എന്റെ കൂട്ടുകാരൻ എവിടെ? ജിബ്രീൽ അലൈഹിസ്സലാം ഓടിയെത്തി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ ഏതാനും കാര്യങ്ങൾ സംസാരിച്ചു. ജിബ്രീൽ മാറി നിന്നു. അസ്റായീൽ അടുത്തേക്ക് വരുന്നു. റസൂലുള്ളാഹി ആയിഷ ബിവിയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. പുന്നാര നബിയുടെ ചുണ്ടിങ്ങനെ അനങ്ങുന്നു, ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നില്ല. ആ സമയത്ത് സഹോദരി ആയിഷ ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ താഴ്ത്തി പിടിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഉമ്മത്തി അസ്സലാ, ഉമ്മത്തി അസ്വലാ, ഉമ്മത്തി അസ്വലാ. ഉമ്മത്തികളെ നിസ്കാരം വിട്ട് കളിക്കല്ലേ, ഉമ്മത്തികളെ നിസ്കാരം ഉപേക്ഷിക്കല്ലേ, ഉമ്മത്തികളെ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ കണക്കിലെടുക്കണേ. ഇതാണ് റസൂലുള്ള പറഞ്ഞത്. നിസ്കരിക്കണം പ്രിയപ്പെട്ടവരെ. നിസ്കാരമുണ്ടോ കുടുംബത്തിന് വിലയുണ്ട്. നിസ്കരിച്ച് ദുആ ചെയ്യുന്നുണ്ടോ കുടുംബത്തിൽ ഐക്യമുണ്ട്. നിസ്കാരമുണ്ടോ നാട്ടിൽ സന്തോഷമുണ്ട്. നിസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുന്നുണ്ടോ മനസ്സിന്
ഐക്യമുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലൊരു ജീവിതം, അതാണ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം, കുടുംബത്തിൻ്റെ ഐക്യം, നാട്ടിൻ്റെ ഭദ്രത. അല്ലാഹു അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാനിന് അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇത്രയൊന്നും പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ നിങ്ങളുടെ ഈ സന്തോഷകരമായ ഇരുത്തം കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ഉണർത്തിയതാണ്. ഇനിയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് കുടുംബത്തിൻ്റെ ഒരു അടിത്തറ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. അദ്ദീനു അന്നസുഹ, അർഹതപ്പെട്ടത് അർഹമായവർക്ക് നൽകുക, അതാണ് ദീന്. അള്ളാഹുവിന് അർഹതപ്പെട്ടത്, റസൂലുള്ളാഹിക്ക് അർഹതപ്പെട്ടത്, കിതാബുകൾക്ക് അർഹതപ്പെട്ടത്, മലക്കുകൾക്ക് അർഹതപ്പെട്ടത്, പള്ളിക്ക് അർഹതപ്പെട്ടത്, പണ്ഡിതന് അർഹതപ്പെട്ടത്, ഓരോന്നും ഉണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഓരോന്നിന് അർഹതപ്പെട്ടതിനെ പറയുമ്പോൾ മാതാപിതാക്കളെ ആദരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭരണാധികാരികളെ അനുസരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭാര്യമാരെ സ്നേഹിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. കുട്ടികളോട് വാത്സല്യം കാണിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടത് അർഹമായതിന് വകവെച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന നമ്മൾ ദുആ കാത്തിരിക്കുന്നതിനേക്കാൾ ഉപരി മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന നമ്മുടെ പിതാക്കളും മാതാക്കളും ഭാര്യമാരും മക്കളുമായ പലരും ഖബറിലുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ദുആ കാത്തിരിക്കുന്നത്. മുസ്ലിമിൻ്റെ ജീവിതം ഒരു യാത്രയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കുറച്ച് സമയം, അവിടുത്തെ താമസം കഴിഞ്ഞാൽ ഭൂമിയിൽ കുറച്ച് കാലം, ഇവിടുത്തത് കഴിഞ്ഞാൽ ഖബറിൽ കുറച്ച് കാലം, ഖബർത്തത് കഴിഞ്ഞാൽ മഹ്ശറിൽ അള്ള വേണ്ടുക വെച്ച സമയം, മഹ്ശറിൽ നിന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ, അവിടെ ഇത് നിൽക്കുള്ളൂ. അതുവരെ നമ്മളെ യാത്രയാണ്. ഈ യാത്രയിൽ ഓരോ സ്ഥലത്തേക്കും ആവശ്യമായതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഗർഭാശയത്തിൽ അള്ളാൻ്റെ ഭാഗ്യമായിട്ട് കിട്ടി, ഭൂമിയിൽ നമ്മളോട് അധ്വാനിക്കാൻ പറഞ്ഞു, ഖബറിൽ നമ്മൾ കൊണ്ടായത് കിട്ടും, ഇനി ഇവിടുന്നാണ് കൊടുത്തയക്കുന്നതും കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിൽ കബറാളികൾ താമസം മാറ്റി ആ വീടുണ്ടല്ലോ, ഇവിടുന്നാണ് താമസം മാറ്റി, അവിടേക്ക് വല്ലതും കൊടുത്തേക്കാം. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരായ ആളുകളൊക്കെ സംഘടിപ്പിച്ച ഈ വേദിക്ക് ചെലവുണ്ടാകുമല്ലോ ഇതിന് കുറേ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു കട ആകാതെ നിൽക്കാൻ വേണ്ടി നിങ്ങളൊക്കെ 100 200 ഇനിയിപ്പോൾ ഒരാളുടെ 500 തന്നെന്ന് വിചാരിച്ചിട്ട് ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളെ കഴിവുപ്പെട്ട മാതിരി. പിന്നെ അറിയാത്ത ആൾക്കാരോട് ഇത്തരം കൊണ്ടാന്ന് പറയാനിപ്പോൾ നമുക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനിയും നമുക്ക് ഇങ്ങനത്തെ യോഗവും കാര്യമൊക്കെ വെക്കാനൊക്കെ ഈ കുട്ടിയൊക്കെ ആ ഒരുങ്ങിയവർക്ക് ഒരു ആവേശം കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും 100 50 എത്ര നിങ്ങളെ കൊണ്ട് കയ്യാച്ചാൽ ആ പെണ്ണുങ്ങളടുത്ത് കൂടെയൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞാൽ ഓരും പലതും തരും, തന്നാൽ വാങ്ങിയാൽ മതി. അത് പൊരുത്തപ്പെട്ട കൈകൊണ്ട് 10 റുപ്യ കിട്ടിയാലും അതിനൊരു 100 റുപ്യേൻ്റെ വർക്കത്തുണ്ടാവും. ഞാൻ കൊണ്ടേക്കോന്ന് പറഞ്ഞാൽ 100 കിട്ടിയാലും അതിന് 1 റുപ്യേൻ്റെ വർക്കത്തോട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുക്കണത് പൊരുത്തപ്പെട്ട് കൊടുക്കുക. നമ്മളെ കബറാളികളായി കഴിയുന്ന ആളുകൾക്കൊക്കെ നിയ്യത്ത് ചെയ്യുക, സദക്കമേ. അങ്ങനെ നമുക്കൊരു 4 സലാത്ത് ചെല്ലിങ്ങാണ്ട് ഓൽക്കൊക്കെ വേണ്ടി ഒന്നാണ് ദ്വാരന്ന് പിരിയല്ലേ നമ്മൾ, അല്ലേ? ഇൻഷാ അല്ലാ പിന്നെയും നമുക്ക് അവസരം കിട്ടിയെന്ന് വെച്ചാൽ പറയാം. ഇൻഷാ അല്ലാ നമ്മളിവിടെ നാട്ടുകാർ, ഞാൻ ഇവിടെ ഈ കൂറ്റന്മാരാണ് ഉറക്ക വാങ്ങിക്കൊടുത്താൽ കേൾക്കുന്ന സ്ഥലത്താണ്, അപ്പോൾ വലിയ ദൂരമൊന്നും അല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് വേണമെങ്കിൽ ഇനി ഒരുമിച്ച് കൂടാ. നമ്മളെ കുഞ്ഞാപ്പൂരിയാർ സുഖമില്ല എന്നുള്ളതാണ് ഇപ്പം എൻ്റെ അടുത്ത് കിട്ടിയ വിവരം. ഇടയ്ക്ക് ഞാൻ മൂപ്പരുടെ അടുത്ത് വരലും കാണലും ഒക്കെ ഉണ്ട്. സുഖമില്ലാത്ത അവസ്ഥ ഉണ്ട്. അള്ളാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഇൽമും തഖ്വയായിട്ട് ജീവിച്ച കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ പോലും മറന്നുപോയൊരു മനുഷ്യനാണ് മൂപ്പര്. അൽഹംദുലില്ലാ, അള്ളാഹു കുഞ്ഞാപ്പൂരികൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. നമ്മളെ വെള്ളയൂരിൽ മൂസോരിയാരുണ്ട്, മുഫത്തിഷൊക്കെ ആയിട്ടുള്ള. ഞാൻ ഇപ്പം ഇന്ന് മൂപ്പരെ രോഗം കാണാൻ വേണ്ടി പോയി, ചെറിയൊരു അറ്റാക്ക് ഉണ്ടായി. അള്ളാഹു തല ആൾക്ക് ശിഫ കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പല ആളുകളും നമ്മളിവിടുത്തെ നീലാഞ്ചേരി അസമ്മൂരിയാർ, ഞാൻ ബന്ധുക്കാരനും കൂടിയാണ്. അള്ളാഹു താല നല്ല ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാവട്ടെ. ദർസി ജീവിതത്തിൽ കഴിയുന്ന ഒരു ആലിമാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല ആളുകളും നമ്മളൊക്കെ വീട്ടിലൊക്കെ വയസ്സായ ആൾക്കാരുണ്ട്. നമ്മളെ വയസ്സായ മാതാപിതാക്കളെ ഹയാത്തുള്ളവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നെ രോഗം കൊണ്ട് വിഷമിച്ച പല ആളുകളും ഉണ്ട്. ഞങ്ങൾ നിലമ്പൂരിലെ നമ്മളെ മജ്മഅ എന്ന് പറഞ്ഞ സ്ഥാപനം, ചന്തക്കുന്ന പെട്രോൾ പമ്പാണ് കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയണ റോട്ടിന് ആദ്യത്തെ വളവാണ് കഴിഞ്ഞാൽ പിന്നെ ആ
സ്ഥാപനമാണ്, വിശാലമായ സ്ഥാപനം നിലമ്പൂർ മജ്മഅ്. അതിൽ 1000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്, എത്തിയും കുട്ടികളും പാവപ്പെട്ട കുട്ടികളും ഒക്കെ ആയിട്ട്. നിങ്ങളൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്ത് വന്നാൽ കണ്ടുപോരാ, ഒരു ജമാഅത്ത് നിസ്കാരത്തിന് വന്നാൽ കുട്ടികളെ കൂട്ടി വയർന്നു പോരാ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പാവപ്പെട്ട കുട്ടികളും പണക്കാര കുട്ടികളും ഒക്കെ ഉണ്ട് അതിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ സ്ഥാപനം കാണാനൊക്കെ ക്ഷണിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങളൊക്കെ ദുആയാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, യതീം മക്കൾക്ക് വേണ്ടി കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അയൽവാസികളെ സ്നേഹിക്കണം. കുടുംബത്തിൽ കൈവരഞ്ഞവരുണ്ടാകും. ആരെങ്കിലും കുട്ടികളൊക്കെ ഗൾഫ് പോയി വന്നെങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു 4 മുക്കാലുണ്ടായാൽ ആദ്യം നോക്കേണ്ടത് കുടുംബത്തിനെയാണ്. മക്കളെ, കുടുംബത്തിനെ നോക്കണം നമ്മൾ. ഒരാൾക്ക് കുടുംബത്തിലൊരു കഴിവുണ്ടായാൽ ഓൻ കുടുംബത്തിലെ എല്ലാവരെയും പ്രത്യേകിച്ച് നോക്കണം. ഗൾഫിലൊക്കെ പോയി വരുന്ന ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, 2 കൊല്ലം 3 കൊല്ലം 1 കൊല്ലമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വന്നാൽ ഒന്ന് കുടുംബത്തിൽ കൂടെ ഒക്കെ ഒന്ന് പോയി പോരാ. അതിലുള്ള വയസ്സായ ആൾക്കാരൊക്കെ ഒന്ന് കാണാം. ഞാൻ ഇപ്പം വന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കൂടെ ഒക്കെ ഒന്ന് പോവുക. അപ്പോൾ ആ വയസ്സായ ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷമാണ്. അതൊക്കെയാണ് കുടുംബബന്ധം നിലനിർത്തൽ. ഇറക്ക് കുടുംബത്തിലുള്ളവരെ എങ്ങോട്ട് വിളിച്ചാൽ നമ്മളൊന്ന് കുടുംബത്തേക്ക് അങ്ങോട്ട് പോവുക. അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം. ഈ മാതിരി ബന്ധം കബറാളികൾക്കും കിട്ടണം. കബറാളികൾക്ക് ആ ബന്ധം കിട്ടില്ല. ദിവസം ഒരു ഫാത്തിഹ ഓതുക, മരിച്ച വാപ്പാൻ്റെ കബറിലേക്ക് നമ്മൾ കൂടി നിന്നിട്ടൊരു യാസീൻ ഓതുക, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ വഴി ഇവിടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടുത്തെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ രംഗത്ത് വന്നപ്പോൾ ഈ സദസ്സിലെ എല്ലാ ചെറുപ്പക്കാരും ഒരു ചായ കൊടുത്തുകൊണ്ട് അള്ളാഹു ആ ചെറുപ്പക്കാർക്ക് ഹൈർ നൽകുമാറാവട്ടെ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഈ വീട്ടുകാർ കൊണ്ടുപോയിട്ട് ഒരു പരിചയമില്ല ഐറ്റങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോയിട്ട് ഏത് ജാതി ഭക്ഷണം 3-4 സൈസ് കൂട്ടാനും പപ്പടം പൊരിച്ചതടക്കം അൽഹംദുലില്ലാ നല്ല ഭക്ഷണം തന്നു. അള്ളാഹു ഭക്ഷണം തന്നവർക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ചെറുപ്പത്തിൽ ഓതി പഠിച്ചിരുന്ന സമയത്ത് ഭക്ഷണം തന്നിങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് എത്രയോ ആൾക്കാരോട് ദീന് പറഞ്ഞു കൊടുക്കാനായി. അള്ളാഹു തആല ആ ഭക്ഷണം തന്നവർക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ഉമ്മമാർ ഉപ്പമാർ, നമ്മളെ പോറ്റിയ ഉമ്മമാർ, നമ്മളെ വളർത്തിയ ഉമ്മമാർ, ഉസ്താദുമാർ, ഏതൊക്കെയോ നാട്ടിലുള്ള ആൾക്കാർ മുതഅല്ലിമീങ്ങളാകുമ്പോൾ നമുക്ക് വസ്ത്രം വാങ്ങിത്തന്നു, നമുക്ക് കിതാബ് വാങ്ങിത്തന്നു, നമുക്ക് ചെരുപ്പ് വാങ്ങിത്തന്നു, മഴക്കാലത്ത് കുട വാങ്ങിത്തന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഖബറിലുണ്ട്, ഹയാത്തുള്ള കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ അവരെ സദക്ക നീ സ്വീകരിക്കണം റഹ്മാനെ. ഖബറാളികൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് എന്നാണ്.